ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? എല്ലാവർക്കും കാണാലോ? അത് നോക്കി പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഏത് ചാപ്റ്റർ ആയിരുന്നു? ഓർമ്മയുണ്ടോ? ഓക്കെ, 16ാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇനി നമുക്ക് 17ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. അത് നമ്മുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണേ. ഒന്ന് ഇൻറ്റു മാർക്ക് ഇട്ടേരും കേട്ടോ, 17ാമത്തെ ചാപ്റ്റർ. ഇനി നമ്മൾ നേരെ 18ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 18ാമത്തെ ചാപ്റ്റർ ആധുനിക ഇന്ത്യയുടെ സാമൂഹിക മാറ്റങ്ങളാണ്. ഹെഡിങ് സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ. പേജ് നമ്പർ വരുന്നത് 184, 184ാമത്തെ പേജ് എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നോട്ടും എടുത്തു വെക്കുക. അതുകൂടാതെ ഒരു പെൻസിലും പേനയും കൂടെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മൾ നോട്ട് പറഞ്ഞു പോകും. അതുകൂടാതെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറയും. അപ്പോൾ പെൻസിലും പേനയും അതുപോലെ തന്നെ നോട്ടും നിങ്ങളുടെ ടെക്സ്റ്റും കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ 18 ആണ് പറയുന്നത്. ആധുനിക ഇന്ത്യയുടെ സാമൂഹിക മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ. പേജ് നമ്പർ 184. ഓക്കെ, കിട്ടിയില്ല എല്ലാവർക്കും അല്ലെ? ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണെന്ന് നമുക്കറിയാം അല്ലെ? കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അവിടെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു ഭരണ രീതിയോ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കീഴിലായിട്ടുള്ള ഒരു ഭരണമോ ഒന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോടെ ഒരുപാട് രീതികളിൽ, ഇപ്പൊ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിൽ പോലും അതിനൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. അതുകൂടാതെ നമ്മുടെ സാങ്കേതിക വിദ്യകളും ഒക്കെ വികാസം പ്രാപിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. കൂടാതെ ഒരുപാട് ഇപ്പൊ ആര്യസമാജം, ബ്രഹ്മസമാജം തുടങ്ങിയ ഒരുപാട് സാമൂഹിക പ്രസ്ഥാനങ്ങളൊക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പല മേഖലകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ 18 ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക മാറ്റങ്ങൾ, അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ജാതിയിലും വർഗത്തിലുമുള്ള വ്യത്യാസങ്ങളും അതുപോലെ അതിലുണ്ടായ പരിഷ്കാരങ്ങളും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട് മെക്കാളെ വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. എക്സാമിൻ മെക്കാളേസ് അഡ്വൈസ് ഓൺ സ്പ്രെഡിങ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. മെക്കാളെ മീൻസ് എന്താണ്, അതുപോലെ തന്നെ മെക്കാളയുടെ എഡ്യൂക്കേഷനിൽ മെക്കാളെ നൽകിയിട്ടുള്ള സംഭാവനകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാംസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. PQ എന്നൊന്ന് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നൊന്ന് അതിന്റെ മുകളിൽ എഴുതി വെക്കണം കേട്ടോ. 184ാമത്തെ പേജിൽ മെക്കാളെ പ്രഭുവിന്റെ അദ്ദേഹം ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് നൽകിയിട്ടുള്ള സംഭാവനകളുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ മുകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മള് രാമായണവും ഭാഗവതവും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പല ആളുകളും അല്ലെങ്കിൽ പല രാജാക്കന്മാരും ഒക്കെ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ വിദ്യ അഭ്യസിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? അർജുനും അതുപോലെ തന്നെ ഏകവല്ലിന്റെ കാര്യമൊക്കെ നമുക്കറിയായിരിക്കും. അവരൊക്കെ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് താമസിച്ചിട്ടാണ് അവിടെ നിന്നാണ് അവര് വിദ്യ അഭ്യസിച്ചിരുന്നത്. പക്ഷെ ആധുനിക വിദ്യാഭ്യാസം ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഈ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണെന്ന് നമുക്കതുകൊണ്ട് നിശേഷം പറയാൻ സാധിക്കും. അപ്പൊ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് ഭരണകാലത്തിലാണ് എന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ആധുനിക വിദ്യാഭ്യാസം ഇവിടെ പ്രചരിപ്പിക്കുന്നതിൽ 3 പ്രധാനപ്പെട്ട ഏജൻസികളാണ് പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായത്. ഒന്നാമത്തേന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. രണ്ടെന്ന് പറയുന്നത് പുരോഗമനവാദികളായ ഇന്ത്യക്കാരാണ്. മൂന്നെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് പ്രധാനമായും 3 ഏജൻസികളാണെന്നാണ് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാര്, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ പുരോഗമനവാദികളായ ഇന്ത്യക്കാര്, മൂന്നെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്.
ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണമൊക്കെ തുടങ്ങിയ കാലഘട്ടത്തില് ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാര് ഇന്ത്യയിലേക്ക് വരികയും അവര് പ്രത്യേകിച്ച് നമ്മുടെ വൈദ്യ മേഖലയിൽ, ചികിത്സാ മേഖലയിലൊക്കെ ഒരുപാട് പ്രാവീണ്യം നേടുകയും അതുപോലെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ആധുനിക ചികിത്സാ രീതികൾ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വിദ്യാഭ്യാസ രംഗത്തിലും ക്രിസ്ത്യൻ മിഷണറിമാർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് സഭകള്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരുപാട് സ്കൂളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ക്രമേണ ഉയർന്നു വന്നതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇത്തരം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ഉള്ളത്. അപ്പോൾ വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കുള്ള പങ്ക് നിർണായകമാണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് പുരോഗമനവാദികളായ ഇന്ത്യക്കാരെന്ന് പറയുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം തുടങ്ങിയപ്പോൾ അത്യാവശ്യം സമ്പത്തും ഒക്കെയുള്ള ആളുകളുടെ മക്കള് വിദേശ വിദ്യാഭ്യാസം ആർജിക്കാനായിട്ട് വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ ബ്രിട്ടീഷ് ഭരണം ഒരുപാട് രീതിയിൽ ഇന്ത്യക്കാരെ സ്വാധീനിച്ചിട്ടുമുണ്ട്. കാരണം അവരുടെ പല രീതികൾ, അല്ലെങ്കിൽ അവരുടെ മതം, അവരുടെ ജീവിത രീതികൾ, അവരുടെ ലാംഗ്വേജ്, അതൊക്കെ നമ്മുടെ ഇന്ത്യക്കാരെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് പറയാം. ഇപ്പൊ പേജ് നമ്പർ എന്ന് പറയുന്നത് 184 ആണ്. 184, 184 പേജ്. ഓക്കെ. അപ്പോൾ പുരോഗമനവാദികളായ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിദേശ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളെയാണ് പുരോഗമനവാദികളായ ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വിദേശ വിദ്യാഭ്യാസം ആർജിച്ചിട്ടുള്ള ഇന്ത്യക്കാര് നമ്മുടെ ബാക്കിയുള്ള ആളുകളോടും കൂടെ ഇങ്ങനെ ഇത്തരത്തിൽ വിദ്യാഭ്യാസം ആർജിക്കണം, അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്കും കൂടെ വിദ്യാഭ്യാസം കൊടുക്കുകയും അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധിജി ആണെങ്കിലും ഒക്കെ വിദേശത്ത് നിന്ന് വിദ്യാഭ്യാസം ആർജിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനായിട്ട് മുൻകൈ എടുക്കുകയുണ്ടായി. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭരണം ഇന്ത്യയിൽ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ലാംഗ്വേജ് അറിയാവുന്ന, അല്ലെങ്കിൽ അവരുടെ രീതികളെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകളെ ആവശ്യമായിരുന്നു. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഇത്തരത്തില് വിദ്യ അഭ്യസിച്ചിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ താമസിപ്പിച്ച് അവരുടെ ഭരണക്രമങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചിലവുള്ള ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് തന്നെ ആധുനിക വിദ്യാഭ്യാസം കൊടുത്ത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ തങ്ങളുടെ ഭരണ കാര്യങ്ങളിലൊക്കെ ഗുമസ്തന്മാരായിട്ട് നിയമിച്ച് അങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് ആധുനിക വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുകയുണ്ടായി. അല്ലാതെ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെല്ലാം കുറച്ചുകൂടെ വിദ്യാഭ്യസിക്കട്ടെ, അവർ കുറച്ചുകൂടെ അറിവുള്ളവരാവട്ടെ എന്നുള്ള രീതിയിലല്ല അവർ ആധുനിക വിദ്യാഭ്യാസം, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആധുനിക വിദ്യാഭ്യാസം കൊടുത്തു കേട്ടോ. അതും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ 3 ഏജൻസികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അങ്ങനെ ഒരു മെക്കാളെ മിനിറ്റ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെക്കാളയുടെ വെച്ച നിർദ്ദേശങ്ങൾ, ആധുനിക വിദ്യാഭ്യാസത്തിന് മെക്കാളെ വെച്ച നിർദ്ദേശങ്ങളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫും കൂടെ അതിന്റെ ആമുഖമായിട്ട് നമുക്ക് എടുക്കാം. അപ്പം മെക്കാളയുടെ കുറിപ്പാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. മെക്കാളേസ് മിനിറ്റ്സ്. കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് പേജ് നമ്പർ ചോദിക്കുന്നുണ്ട്. 184 പേജാണ് കേട്ടോ. ഇനി റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ. മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഈ മെക്കാളെ ആയിട്ട് ബന്ധപ്പെട്ട് ആധുനിക വിദ്യാഭ്യാസത്തിൽ മെക്കാളെ നൽകിയിട്ടുള്ള സംഭാവനകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി വേണം നമ്മൾ ആൻസർ എഴുതാൻ. അപ്പൊ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രധാന ഏജൻസികളും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ അതിന് ആൻസർ എഴുതാനായിട്ട്. ഓക്കെ. അപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെയായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്ക് പുറകിൽ. അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ ഗുമസ്തന്മാരെ ഇന്ത്യയിൽ നിന്ന് തന്നെ വാർത്തെടുക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തോട് കൂറും വിശ്വസ്തയും പുലർത്തുന്ന അഭ്യസ്ത വിദ്യരുടെ ഒരു വിഭാഗത്തെ ഇന്ത്യയിൽ വളർത്തിയെടുക്കുക. അപ്പൊ ആ 2 പോയിന്റുകളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനായിട്ട് കാരണമായ 2 പോയിന്റ്സ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഒരു കാരണവശാലും മറക്കരുത്. അതുകൊണ്ടാണ് അത് പോയിന്റ് ഇട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളുക.
ഇനി മെക്കാളെ മിൻസ് എന്ന് പറയുന്നത് മെക്കാളയുടെ കുറിപ്പാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവരാമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യക്കാർക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ അപ്പോഴും നിലനിന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇന്ത്യയുടെ പാരമ്പര്യവും അതുപോലെ തന്നെ അവരുടെ രീതികളും ഒക്കെ വെച്ചിട്ട് പ്രാദേശിക ഭാഷയിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാവുന്ന ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു. പക്ഷെ മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞു അത് വേണ്ട, അത് പറ്റില്ല. അതിനു പകരം അവർക്ക് ഇംഗ്ലീഷ് രീതിയിലുള്ള വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ മാധ്യമമാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇന്ത്യക്കാർക്ക് കൊടുക്കേണ്ടതെന്ന് മറ്റൊരു വിഭാഗം വാദിച്ചു. അപ്പൊ ഓറിയന്റലിസ്റ്റുകൾ, ആംഗ്ലിസിസ്റ്റുകൾ എന്നിങ്ങനെ ഈ രണ്ട് രീതിയിലാണ് ഇവരെ തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷമാണ് മെക്കാളയുടെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തുകയും അതിനുശേഷം മെക്കാളെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമമാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് മെക്കാളെ മിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രദ്ധ വിദ്യാഭ്യാസ മേഖലയിൽ പതിച്ചതോടെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് ബ്രിട്ടീഷുകാർക്കിടയിൽ തർക്കമുണ്ടായി. ഇന്ത്യയുടെ പരമ്പരാഗത വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണമെന്ന് ഒരു വിഭാഗം വാദിച്ചു. അപ്പോൾ അധ്യയന മാധ്യമം ഇന്ത്യൻ ഭാഷകളായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ വിഭാഗം ഓറിയന്റലിസ്റ്റുകൾ എന്നറിയപ്പെട്ടു. ഓറിയന്റലിസ്റ്റുകളെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മെക്കാളെ മിൻസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലും ഓറിയന്റലിസ്റ്റുകൾ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവരുടെ ഇന്ത്യയിലെ രീതികളിൽ തന്നെ കൊടുക്കണമെന്നും ഇന്ത്യൻ ഭാഷകളിൽ ആയിരിക്കണം അതിന്റെ മാധ്യമം എന്നും വാദിച്ച ഒരു വിഭാഗം ആളുകളെയാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. എന്നാൽ പാശ്ചാത്യ രീതിയിലുള്ള ആധുനിക വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതെന്ന് മറ്റൊരു വിഭാഗം വാദിച്ചു. അവർ ആംഗ്ലിസിസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണേ. ആംഗ്ലിസിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എഴുതി വെക്കാനായിട്ട് സാധിക്കണം. ഇനി ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു മുഴുവൻ ഭാഗവും, ഈ ഒരു പേജിലെ മുഴുവൻ ഭാഗവും നമ്മൾ എഴുതി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആംഗ്ലിസിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ മാത്രം എഴുതി വെക്കാതെ എസ്സേ ടൈപ്പ് ഇപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആമുഖവും അതുപോലെ അത് കഴിഞ്ഞ് കണ്ടന്റും അത് കഴിഞ്ഞ് നിഗമനവും അങ്ങനെയുള്ള രീതിയിൽ കുറച്ചുകൂടി വിപുലമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു പരന്ന വായനയാണ്. കാരണം ഇതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് പ്രധാനമാണ് ഇങ്ങനെയുള്ള എസ്സേ ക്വസ്റ്റ്യന് ആൻസർ എഴുതണമെങ്കിൽ. അപ്പൊ ആംഗ്ലിസിസ്റ്റുകളുടെ മുഖ്യ വക്താവ് എന്ന് പറയുന്നത് മെക്കാളെ പ്രഭു ആയിരുന്നു. അത് അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ മെക്കാളെ പ്രഭു ആരായിരുന്നു? ആംഗ്ലിസിസ്റ്റ് ആയിരുന്നു. അതായത് ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടതെന്ന് മെക്കാളെ പ്രഭു വാദിച്ചു. കാരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ രീതിയിൽ പ്രാദേശിക ഭാഷകളിൽ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യം അവിടെ ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ല. കാരണം അവർക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ഭാഷകളിൽ മാത്രമേ അവർക്ക് അറിവുണ്ടാവുള്ളൂ. അത് ബ്രിട്ടീഷ് ഭരണത്തെ ഒരിക്കലും സഹായകരമാകുകയില്ല. അതുകൊണ്ടാണ് ആംഗ്ലിസിസ്റ്റുകൾ ഉറപ്പായിട്ടും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഇംഗ്ലീഷിലായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തു വെക്കണം. മെക്കാളെ പ്രഭു ആംഗ്ലിസിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 1834 ഇരു കൂട്ടരുടെയും തർക്കത്തിന്റെ ഫലമായിട്ട് ഒരു പൊതുവിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷനായി മെക്കാളെ നിയമിതനായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്താനുള്ള ചുമതല അദ്ദേഹത്തിനായിരുന്നു നിക്ഷിപ്തമായിരുന്നത്. 1835 ഫെബ്രുവരി 2 വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തന്റെ വീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക രേഖ അദ്ദേഹം കൗൺസിലിന് സമർപ്പിച്ചു. മെക്കാളയുടെ രേഖ വില്യം ബെഞ്ചിക് പ്രഭുവിന്റെ ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും ചെയ്തു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഏത് സമയത്താണ് അല്ലെ ഏത് കാലഘട്ടത്തിലാണ് മെക്കാളെ പ്രഭു തന്റെ പഠന റിപ്പോർട്ട് സമർപ്പിച്ചതെന്നുള്ളതും ഏത് ഗവൺമെന്റ് ആണ് അത് അംഗീകരിച്ചതെന്നുള്ളത് ഓർത്തു വെക്കണം. ബെഞ്ചിക് പ്രഭുവിന്റെ ഗവൺമെന്റ് ആണ് അത് അംഗീകരിച്ചത്. അതുകൂടാതെ ഇംഗ്ലീഷ് ഭാഷയെ പ്രധാന മാധ്യമമാക്കിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ രീതിക്ക് തുടക്കം കുറിക്കാനും മെക്കാളെ മിൻസിന് സാധിച്ചു. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്കുള്ളത് സാമൂഹ്യ മാറ്റങ്ങളിൽ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പൊ പ്രാർത്ഥനാ സമാജത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആര്യ സമാജം, ബ്രഹ്മസമാജം തുടങ്ങിയ ഒരുപാട് സമാജങ്ങളുണ്ട്. ഇതൊക്കെ സാമൂഹിക പ്രസ്ഥാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ബ്രിട്ടീഷുകാർക്ക് അത് ഏതൊക്കെ രീതിയിൽ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് കാണുന്നത്. അപ്പൊ പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുക. ഡിസ്കസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രാർത്ഥനാ സമാജ്.
അപ്പോൾ പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കണ്ടിട്ടുള്ളത്, പ്രാർത്ഥനാ സമാജം ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ആരുടെ മുൻകൈയിലാണ് അത് രൂപം കൊണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേശവ ചന്ദ്ര സെന്നിന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ സമാജം രൂപം കൊണ്ടത്. അപ്പോൾ നമ്മുടെ നോട്ടിൽ അപ്പൊ തന്നെ എഴുതി വെച്ചോളാം, പ്രാർത്ഥനാ സമാജം ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് കേശവ ചന്ദ്ര സെൻ എന്ന് എഴുതി വെക്കുക. അപ്പൊ ഒരു 1 വേർഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ, ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നേ. 1849 മഹാരാഷ്ട്രയിൽ പരമഹംസ സഭ എന്നൊരു സംഘടന രൂപീകരിക്കപ്പെടുകയും അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് കേശവചന്ദ്ര സെന്നിന്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ ഒരു സംഘടന രൂപീകൃതമാവുകയും അത് പിന്നീട് പ്രാർത്ഥനാ സമാജമായി രൂപപ്പെടുകയും ചെയ്തു. പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതായിട്ട് നമ്മൾ കാണരുത്. കാരണം പ്രാർത്ഥനാ സമാജം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക പ്രാർത്ഥിക്കാനുള്ള ആരാധനാ സമൂഹം എല്ലാം ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ ഇത് വ്യക്തമായിട്ട് ഇത് പഠിച്ചു വെക്കണം. കാരണം ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില ലക്ഷ്യങ്ങളും അതിന്റെ രീതിയിലാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പോൾ പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കരണമായിരുന്നു. അപ്പൊ ഒരുപാട് ജാതി വ്യവസ്ഥയിലും അതുപോലെ തന്നെ ഒരുപാട് ഐത്തവും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൂടാതെ ഒരുപാട് വിവേചനങ്ങൾ സമ്പത്തിന്റെ പേരിലാണെങ്കിലും വർണ്ണവിവേചനം ഒക്കെ ആണെങ്കിലും ഒരുപാട് നിലനിന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാമൂഹിക അരക്ഷിതാവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ ജാതി നിർമ്മാർജ്ജനം ഒരു ലക്ഷ്യമായിരുന്നു. വിധവാ പുനർവിവാഹം അതൊരു ലക്ഷ്യമായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസ പ്രചാരണവും ശൈശവവിവാഹ നിരോധനവും ഏകദൈവത്തിൽ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കലും ഒക്കെയായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ജാതി വേണ്ട, ജാതി നിർമ്മാർജ്ജനം ചെയ്യുക, അതുപോലെ തന്നെ വിധവകൾക്ക് പിന്നെയും വിവാഹം കഴിക്കാനുള്ള ഒരു അവസരമൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അതുകൂടാതെ സതി എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് ദുരാചാരങ്ങളൊക്കെ നിലനിന്നതും നമുക്കറിയാം അല്ലെ. അപ്പൊ വിധവകളെ പുനർവിവാഹം നടത്താനായിട്ട് അല്ലെങ്കിൽ വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥനാ സമാജം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും ശൈശവവിവാഹം നിരോധിക്കുകയും ഏകദൈവത്തെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കലും ഒക്കെയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അണ്ടർലൈൻ ചെയ്യണേ, പ്രധാനപ്പെട്ടതാണ്. ഇനി അനാലിസിസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആര്യ സമാജ്. അപ്പൊ പ്രാർത്ഥനാ സമാജം പോലെ തന്നെ മറ്റൊരു സാമൂഹിക പ്രസ്ഥാനമായിരുന്നു ആര്യ സമാജം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അടയാളപ്പെടുത്തി വെക്കണം, നമ്മുടെ നോട്ടിൽ എഴുതി വെച്ചോളാം. സ്വാമി ദയാനന്ദ സരസ്വതി ഒരു അരോ മാർക്ക് ഇട്ടിട്ട് ആര്യ സമാജം എന്ന് എഴുതി വെച്ചോളാം. 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആധുനിക ഇന്ത്യയിലെ കരുത്തുറ്റ ഒരു പുനരുദ്ധാരണ പ്രസ്ഥാനമായിരുന്നു ആര്യ സമാജം എന്ന് പറയുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇതിന്റെ സ്ഥാപകൻ. ആര്യ സമാജത്തിന്റെ വിപ്ലവകരമായ ഒരു സാമൂഹ്യ പരിഷ്കരണ പരിപാടി ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒക്കെ ഈ ആര്യ സമാജം മുൻകൈ എടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേകിച്ച് നമ്മുടെ ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ശൈശവവിവാഹ നിരോധനത്തിനും ഒക്കെ അവർ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സ്ത്രീ പുരുഷ സമത്വത്തിൽ വിശ്വസിച്ചിരുന്ന ദയാനന്ദൻ സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകണമെന്ന് വാദിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊണ്ടു. ബാല്യവിവാഹത്തെയൊക്കെ അദ്ദേഹം എതിർത്തു. 16 വയസ്സിന് മുൻപ് വിവാഹം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ 16 വയസ്സിന് മുൻപും ഒക്കെയുള്ള വിവാഹങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് 10ഉം 12ഉം ഒക്കെ വയസ്സുള്ളപ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചിരുന്നു. അതുകൂടാതെ ബാലവിവാഹവും ഒക്കെ ആ കാലത്ത് ശൈശവവിവാഹവും ഒക്കെ നിലനിന്നിരുന്നു. വിധവാ വിവാഹത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആ സാമൂഹ്യ സമത്വത്തിന് വേണ്ടി പ്രയത്നിച്ച ആര്യ സമാജം ജാതി സമ്പ്രദായത്തിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. അനാഥാലയങ്ങളും വിധവാ സദനങ്ങളും നടത്തുക, ക്ഷാമബന്ധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, കീഴ്ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുക തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സമാജം നടത്തിപ്പോന്നു. അത് അണ്ടർലൈൻ ചെയ്യണം. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ചു, ശൈശവവിവാഹത്തെ എതിർത്തു, അനാഥാലയങ്ങളെയും വിധവാ സദനങ്ങളും നടത്തി, ക്ഷാമബന്ധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു, കീഴ്ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകി. അത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. ഇനി അടുത്തതാണ് കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്നാൽ എന്ത്? വാട്ട് വാസ് ദ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി? അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തത്തെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇപ്പൊ ഒരു കുടുംബത്തില് 3 or 4 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൊച്ചിനെ മാത്രം, ആദ്യത്തെ ഒരു കുഞ്ഞിനെ മാത്രം നമ്മൾ ട്യൂഷനൊക്കെ വിട്ടിട്ട് നന്നായിട്ട് പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ അനിയനെയും അനിയത്തിമാരെയൊക്കെ ഒത്തിരി താഴ്ന്ന അനിയനും അനിയത്തിമാരൊക്കെ ആണെങ്കിൽ അവരെ പഠിപ്പിക്കാനുള്ള ചുമതല മൂത്ത കൊച്ചിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
അപ്പൊ ആ മൂത്ത കൊച്ച് ഇളയ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം എന്താണ് ആ ഒരു വിദ്യാഭ്യാസ ചെലവ് അവിടെ കുറയ്ക്കുകയും അതുകൂടാതെ ആ ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചതിന്റെ പ്രതിഫലമായിട്ട് അത് ബാക്കിയുള്ളവരെയും കൂടെ പഠിപ്പിക്കുന്നു. അത് ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ, നേരിട്ടുള്ള നടന്ന കാര്യം ഒന്നും പറഞ്ഞല്ല, ഒരു ഉദാഹരണമായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ കിഴിഞ്ഞിറങ്ങൽ സിദ്ധാന്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ബഹുജനങ്ങളെല്ലാം ഇവര് പഠിപ്പിക്കട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് കിഴിഞ്ഞിറങ്ങൽ സിദ്ധാന്തത്തിന്റെ പിറകിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ കിഴിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എത്രത്തോളം നന്നായിട്ട് പോയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം നമുക്ക് നന്നായിട്ട് വിദ്യ അഭ്യസിച്ച ഒരാൾക്ക് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാമെങ്കിലും വ്യാപകമായ രീതിയിൽ അത് എത്രത്തോളം പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പൊ ഈ കിഴിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള ഒരു അധിക ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗവും കൂടി ആയിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. വിദ്യാഭ്യാസ ചിലവേറിയ ഒരു പ്രക്രിയ ആയതിനാൽ സമൂഹത്തിലെ മേൽത്തട്ടിലും ഇടത്തട്ടിലുമുള്ളവർക്ക് ഗവൺമെന്റ് വിദ്യാഭ്യാസം നൽകുകയും അങ്ങനെ പഠിച്ചു പുറത്തു വരുന്നവരെ ബഹുജനങ്ങളെ പഠിപ്പിക്കാൻ നിയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് കിഴിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണേ, ചിലപ്പോൾ വന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കിഴിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്താണെന്ന്. ഇനി അടുത്തതെന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, രാമകൃഷ്ണ മിഷൻ ഒരു അരമാർക്ക് ഇട്ടിട്ട് സ്വാമി വിവേകാനന്ദൻ എന്ന് എഴുതി വെക്കുക. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊക്കെ, രാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിവേകാനന്ദൻ ഇത്തരത്തിലുള്ള ഒരു രാമകൃഷ്ണ മിഷന് രൂപം കൊടുത്തത്. അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇതിനെ ഈ രാമകൃഷ്ണ മിഷൻ, അതുപോലെ തന്നെ ആര്യ സമാജം, അതുപോലെ പ്രാർത്ഥനാ സമാജം, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. സാമൂഹിക പ്രസ്ഥാനങ്ങള്, അതിന്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങള്, അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുണ്ട്. ഇപ്പൊ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് അതിന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ്. തന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. പരമഹംസന്റെ അനുയായികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവേകാനന്ദൻ 1897 കൽക്കട്ടയിൽ വെച്ച് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. അണ്ടർലൈൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കും, അതിന്റെ വർഷമൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 1897 കൽക്കട്ടയിൽ വെച്ച് സ്ഥാപിച്ചു എന്നുള്ള കാര്യം അടയാളപ്പെടുത്തി വെക്കാം. അടയാളപ്പെടുത്തിയോ? ഓക്കെ. മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ദൈവികതയെ പുറത്തെടുക്കുക, മതസൗഹാർദ്ദവും സംയമനവും പാലിക്കുക, മാനവരാശിയെ സേവിക്കുക തുടങ്ങിയവയായിരുന്നു രാമകൃഷ്ണ മിഷന്റെ ലക്ഷ്യങ്ങൾ. തന്റെ ഗുരുവായ പരമഹംസനെ പോലെ വിവേകാനന്ദനും എല്ലാ മതങ്ങളുടെയും ഏകത്വത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. നമുക്ക് വിവേകാനന്ദനെ കുറിച്ച് അറിയാം, വിവേകാനന്ദന്റെ തത്വങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹവും ജാതി മതത്തെയൊക്കെ അധികം അതിനുവേണ്ടി ശ്രദ്ധ കൊടുക്കാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഏകത്വത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ്. ജാതി വിവേചനത്തെയൊക്കെ വളരെയധികം വിമർശിച്ച ഒരു വ്യക്തിയാണ് വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം തന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സഭ സ്ഥാപിച്ചതെന്ന് ഓർക്കുക. അതുകൂടാതെ 1897 കൽക്കട്ടയിൽ വെച്ചാണ് ഇത് സ്ഥാപിതമായതെന്ന് ഓർക്കുക. പിന്നെ ഇതിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ ഓർത്തു വെക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വുഡ്സ് ഡെസ്പാച്ചിന്റെ പ്രധാന തത്വങ്ങളാണ്. വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ മെക്കാളെ മിൻസ് പോലെ തന്നെ വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്കസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് വുഡ്സ് ഡെസ്പാച്ച് 1854. അപ്പൊ അതിന്റെ അവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോണേ. കാരണം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് അത് പഠിക്കാൻ പറ്റും. 1854 ബോർഡ് ഓഫ് കൺട്രോൾ പ്രസിഡന്റ് ആയിരുന്ന സർ ചാൾസ് വുഡ് രൂപം നൽകിയതാണ് വിദ്യാഭ്യാസ രേഖ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിൽ ഒരു വഴിത്തിരിവായിരുന്നു. അപ്പം വുഡ്സ് ഡെസ്പാച്ചിന് രൂപം കൊടുത്തത് സർ ചാൾസ് വുഡ് ആണ് 1854. അതിന്റെ പ്രധാന ശുപാർശകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ നയത്തിന്റെ അന്തിമ ലക്ഷ്യമെന്ന് അത് പ്രഖ്യാപിച്ചു. അടയാളപ്പെടുത്തി പോണേ. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ ഉദ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ധനസഹായം നൽകണമെന്ന് ശുപാർശ ചെയ്തു. എന്ന് അടയാളപ്പെടുത്തുക. പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിക്കണമെന്നും അതിനൊരു ഡയറക്ടർ ഉണ്ടായിരിക്കണമെന്നും അത് വാദിച്ചു. ഇന്ത്യൻ ഭാഷയ്ക്ക് അർഹമായ പ്രോത്സാഹനം നൽകണമെന്ന് വുഡ് നിർദ്ദേശിച്ചു.
പ്രാഥമിക വിദ്യാഭ്യാസ പ്രാദേശിക ഭാഷകളിലും ഉപരി വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ഭാഷയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ മെക്കാളെ മിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ വരുന്ന ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കാനായിട്ട് ഈ വുഡ്സ് ഡെസ്ബാച്ച് ഒരു ശുപാർശ വെച്ചിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ്. അതുകൂടാതെ പ്രാഥമിക വിദ്യാഭ്യാസ പ്രാദേശിക ഭാഷയിലായിരിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കാമെന്നുമുള്ള ഒരു ശുപാർശയും വുഡ്സ് ഡെസ്ബാച്ച് കൊടുത്തു എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. ഇനി ലണ്ടൻ സർവകലാശാലയുടെ മാതൃകയിൽ ബോംബെ, മദ്രാസ്, കൽക്കട്ട എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. വുഡിന്റെ വിദ്യാഭ്യാസ രേഖ സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുറന്ന പിന്തുണയേകി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുറന്ന പിന്തുണയേകിയ ഒരു വിദ്യാഭ്യാസ രേഖയായിരുന്നു വുഡ്സ് ഡെസ്ബാച്ച് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അപ്പൊ ഈ ഒരു പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, അടയാളപ്പെടുത്തി വെക്കണം. പിന്നെ അതിന്റെ കാലഘട്ടവും കൂടി ഒന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് ഹണ്ടർ കമ്മീഷനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഹണ്ടർ കമ്മീഷനിൽ നിന്നും ഒക്കെയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ ഉണ്ടാകണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു തുടക്കം കിട്ടിയത് ഹണ്ടർ കമ്മീഷനിൽ നിന്നാണ്. അപ്പൊ ഹണ്ടർ കമ്മീഷനെ കുറിച്ച് ഒരു വിവരണം നൽകാന്ന് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഹണ്ടർ കമ്മീഷനെ കുറിച്ചും നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഹണ്ടർ കമ്മീഷൻ എന്താണെന്ന്. ഇതിൽ കൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വേണം ഇത് പഠിക്കാനേ. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കായി 1882 ഹണ്ടറുടെ കീഴിൽ ഒരു സമിതിക്ക് രൂപം കൊടുത്തു. അതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസം വിലയിരുത്തുക എന്നതായിരുന്നു. അടയാളപ്പെടുത്തി വെക്കുക, പ്രാഥമിക വിദ്യാഭ്യാസം വിലയിരുത്തുക എന്നുള്ളതായിരുന്നു ഹണ്ടർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത്. മറ്റു ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയാണ്. പേജ് നമ്പർ 188 158ാമത്തെ പേജില് ഫസ്റ്റ് ഒരു കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ലക്ഷ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി, വ്യാപ്തി എന്നിവ വിലയിരുത്തുക. രണ്ടെന്ന് പറയുന്നത് ജില്ലാ മുനിസിപ്പൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി ശുപാർശകൾ നടത്തുക. തേർഡ് പറയുന്നത് സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. 4 പാഠ്യക്രമത്തെ രണ്ടായി തിരിച്ച് സാഹിത്യ വിദ്യാഭ്യാസത്തിനും പ്രവേശന പരീക്ഷകൾക്കുമുള്ള വിദ്യാഭ്യാസത്തിനും പ്രത്യേകം പരിഗണന നൽകുക. 5 പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ആധുനിക വിദ്യാഭ്യാസം നമ്മുടെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തില് വിദ്യാഭ്യാസ രേഖകളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഉണ്ടായത്. കാരണം ആ കാലഘട്ടത്തില് പണ്ടത്തെ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് അധികം വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് അധികം ആരും വിദ്യാഭ്യാസം കൊടുക്കാൻ മുൻകൈ എടുത്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ബ്രിട്ടീഷുകാരെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു. അപ്പൊ നമുക്കറിയാം ഒരു പുരുഷന് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വിദ്യാഭ്യാസം ലഭിക്കുള്ളൂ. പണ്ടത്തെ ഒരു ചൊല്ലാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ആ കുടുംബത്തിന് മുഴുവൻ വിദ്യാഭ്യാസം കൊടുത്തതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീ ആ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ വളർത്താനും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളുടെ ശ്രദ്ധ എല്ലാത്തിലും പതിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടത്ര വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഒരു പ്രതിഫലനം ആ കുടുംബത്തിൽ മൊത്തത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പം ഇത്തരത്തില് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇന്ത്യക്കാർ കൊടുത്തിരുന്ന പ്രാധാന്യക്കുറവൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വുഡ്സ് ഡെസ്ബാച്ച് സ്ത്രീകളുടെ പ്രാധാന്യത്തിന് ഹണ്ടർ കമ്മീഷനും ഒക്കെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഈ 5 പോയിന്റ്സും ഹണ്ടർ കമ്മീഷൻ അണ്ടറിൽ വരുന്നതാണ്. അത് 5ഉം ഒന്ന് പഠിച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് 1878 വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ ന്യൂനതകളാണ്. അതായത് 1877 വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ പത്രങ്ങളൊക്കെ തുടങ്ങാനായിട്ട് തുടക്കം കുറിച്ച ഒരു കാലഘട്ടമാണ് ബ്രിട്ടീഷ് കാലഘട്ടം. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാര് തദ്ദേശീയമായ പത്രങ്ങളെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. കാരണം ഇപ്പൊ നമുക്കറിയാം സ്വദേശാഭിമാനി എന്നൊരു പത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സ്വദേശാഭിമാനി, അതിപ്പോ രാമകൃഷ്ണ പിള്ളേനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള പത്രങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ അനീതിയെ കുറിച്ചൊക്കെ തുറന്ന് എഴുതുക എന്ന് പറയുന്നത് അവർക്ക് നിരോധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അനീതികളൊക്കെ എഴുതിയിട്ടുള്ള പത്രങ്ങളെ ബ്രിട്ടീഷുകാർ നിയന്ത്രിക്കുകയും അങ്ങനെ ഒരു കാര്യം എഴുതി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും അവരെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തദ്ദേശീയമായ പത്രങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പുറപ്പെടുവിച്ച ഒരു ആക്ടാണ് 1877 വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്.
ഇന്ത്യൻ ഭാഷാപത്രങ്ങളുടെ മേലുള്ള ശക്തമായ നിയന്ത്രണമായിരുന്നു ലിട്ടൺ പ്രഭുവിന്റെ 1877 വെർണാക്കുലർ പ്രസ് ആക്ട്. അത് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോണം. കാരണം വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്, അത് എന്നാണ് ഉണ്ടായതെന്നും അത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ ആക്ടിന്റെ സവിശേഷത എന്താണെന്നും കൂടെ ഓർത്തു വെക്കണം. തദ്ദേശീയമായ പത്രങ്ങളെ അപ്പോൾ ഇത്തരത്തില് വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് ഇത്തരത്തില് നമ്മുടെ തദ്ദേശീയമായ പത്രങ്ങളെ മാറ്റുകയും അല്ലെങ്കിൽ അവരിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു ആക്ട് ആയിരുന്നു ഇതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. ഇത് തികച്ചും പക്ഷാപാതവും വർഗീയവുമായിരുന്നു. രാജ്യത്തെ പ്രാദേശിക ഭാഷകളിൽ ഗവൺമെന്റിനെതിരായി ഉണ്ടായേക്കാവുന്ന എല്ലാ എതിർപ്പുകളെയും അടിച്ചമർത്തുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ ഭാഷാ പത്രങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇംഗ്ലീഷ് ഭാഷാ പത്രങ്ങൾക്ക് ബാധകമായിരുന്നില്ല. ലിട്ടൺ പ്രഭുവിന്റെ യാഥാസ്ഥിതിക മനോഭാവമാണ് ഇത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ലിട്ടൺ പ്രഭു ഏത് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ഓർത്തു വെക്കുക. വെർണാക്കുലർ പ്രസ് ആക്ട് ആണ്. അത് എന്നാണ് തുടങ്ങിയതെന്ന് ഓർത്ത് വെക്കുക. 1878 ഉണ്ടായത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോളിസികൾ രൂപപ്പെടുത്തുന്നതിൽ പ്രത്യയ ശാസ്ത്രങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഹൗ വെയർ ഐഡിയോളജീസ് സോ ഇമ്പോർട്ടന്റ് ഇൻ ഷേപ്പിംഗ് ബ്രിട്ടീഷ് പോളിസീസ് ഇൻ ഇന്ത്യ? ബ്രിട്ടീഷ് പോളിസികൾ രൂപപ്പെടുന്നതിൽ പ്രത്യയ ശാസ്ത്രങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളിലും പ്രത്യയ ശാസ്ത്രങ്ങളുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. കോൺവാലിസ് പ്രഭുവിനെ 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായ വിക് രാഷ്ട്രീയ സിദ്ധാന്തം സ്വാധീനിക്കുകയുണ്ടായി. വിക് സിദ്ധാന്തം അനുസരിച്ച് ഗവൺമെന്റ് ഉപകരണങ്ങളായ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവ വേർതിരിക്കപ്പെടണം. ഇതിന്റെ ഫലമായി ഈ വിഭാഗങ്ങൾ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നത് തടയാൻ കഴിയും. ബംഗാളിൽ ഈ സിദ്ധാന്തം ശക്തമായി നടപ്പിലാക്കാൻ കോൺവാലിസ് പ്രഭുവിന് സാധിച്ചു. ഉൽപാദന രംഗത്ത് ശക്തമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ബ്രിട്ടീഷ് കോളനികൾ സ്വാതന്ത്ര്യ വ്യാപാരം നടപ്പിലാക്കണമെന്ന് ബ്രിട്ടീഷ് വ്യവസായ മുതലാളിത്ത വർഗം വാദിച്ചു. കുത്തക അവകാശം നിരോധിക്കണമെന്ന് അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ശക്തമായി ആവശ്യപ്പെടാൻ തുടങ്ങി. സ്വതന്ത്ര വ്യാപാര സിദ്ധാന്തങ്ങൾ ഇന്ത്യൻ പോളിസി നിർമ്മാതാക്കളെയും സ്വാധീനിച്ചു. ഇതിന്റെ ഫലമായിട്ട് 1813 ചാർട്ടർ ആക്ട് കമ്പനിയുടെ ഇന്ത്യൻ വ്യാപാരത്തിലുള്ള കുത്തക അവസാനിപ്പിച്ചു. ഇപ്രകാരം പല പ്രത്യയ ശാസ്ത്രങ്ങളും ഇന്ത്യൻ പോളിസി നിർമ്മാതാക്കളെ സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ ഇത് അധികം സ്ട്രെസ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ പഠിച്ചു വെക്കണം. കാരണം ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നുകൂടായൊന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഓറിയന്റലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? പ്രാദേശിക ഭാഷയില് പ്രാദേശിക ഭാഷയില് ഇന്ത്യക്കാർക്ക് പഠനം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് വാദിച്ചവരാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിനെതിരായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വാദിച്ചവരാണ് ആംഗ്ലിസിസ്റ്റുകൾ എന്നും നമ്മൾ പറഞ്ഞു. ക്ലാസ് കൂടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? പരമ്പരാഗത വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ഒരു വിഭാഗം വാദിച്ചു. അവരെയാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അടയാളപ്പെടുത്തി വെക്കണേ. ഈ അധ്യയന മാധ്യമം ഇന്ത്യൻ ഭാഷകളായിരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ഭാഗം ഓറിയന്റലിസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഓറിയന്റലിസ്റ്റുകൾ എന്താണ്, അതുപോലെ തന്നെ ആംഗ്ലിസിസ്റ്റുകൾ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി പഠിക്കുക. അതുകൂടാതെ ഇത് ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മെക്കാളെ മിനിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ആശയങ്ങളാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കണം. ഇനി മുസ്ലിം സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ സെയ്ദ് അഹമ്മദ് ഖാന്റെ പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ റോൾ ഓഫ് സെയ്ദ് അഹമ്മദ് ഖാൻ ഇൻ മോഡേണൈസേഷൻ ദ മുസ്ലിം? അപ്പോൾ ഓരോ വിഭാഗത്തെയും, ഓരോ മതവിഭാഗത്തെയും സ്വാധീനിക്കാനും അവർക്ക് വേണ്ട നടപടികളൊക്കെ കൊടുക്കുവാനും ഓരോ വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് മുസ്ലിമുകളെ പുനരുദ്ധീകരിച്ച അല്ലെങ്കിൽ മുസ്ലിമുകളെ അവരുടെ രീതികളിൽ സഹായിച്ച, അവരെ ഒന്നുകൂടെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ പ്രാധാനപ്പെട്ട പങ്ക് വഹിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്, പേജ് നമ്പർ 189. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ശില്പി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം.
മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെ നീക്കി സാമൂഹികമായ ഒരു നവീകരണം ഉണ്ടാക്കാൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. അലിഗാഹിൽ അദ്ദേഹം മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. അപ്പൊ മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എഴുതി വെക്കാൻ സാധിക്കണം. മുസ്ലിം സമൂഹത്തെ പരിഷ്കരിച്ച അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ കൂടുതൽ മിൻസ് ആണ്. അതുകൂടാതെ ഇന്ത്യയില് ബ്രിട്ടീഷുകാര് ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് കൂടുതൽ മുന്നോട്ട് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അവരുടെ ഭരണ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണവർഗമായിട്ട് ഒരു വിഭാഗത്തെ അവർക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് അവര് മുന്നിട്ടിറങ്ങിയത്. ആ ഒരു കാര്യം ഓർത്തു വെക്കാം. പിന്നെ വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ ന്യൂനതകൾ ഓർത്തു വെക്കാം. അതുകൂടാതെ ഈ സമാജങ്ങള് ആര്യ സമാജം അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജം എന്താണെന്നുള്ള കാര്യവും അത് ആരാണ് സ്ഥാപിച്ചെന്നുള്ള കാര്യമൊക്കെ ഓർത്തു വെക്കുക. അതുപോലെ കൂടാതെ രാമകൃഷ്ണ മിഷൻ ആരാണ് കൊണ്ടുവന്നത്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് ചാപ്റ്റർ 19 ആണ് കേട്ടോ. പേജ് നമ്പർ 191 191 പേജില് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ എതിർപ്പ് അതാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ. അപ്പോൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതിനു ശേഷം ഒരുപാട് വർഷങ്ങൾ അവര് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം തുടർന്നു. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, പല രാജാക്കന്മാരിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം അമർച്ച ചെയ്യാനുള്ള ഒരു കഴിവും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയും അല്ലെങ്കിൽ ആധുനിക ആയുധങ്ങളും ഒക്കെ അവരുടെ കൈവശമുണ്ടായിരുന്നു. അങ്ങനെ അവര് ഓരോ കലാപങ്ങൾ വരുമ്പോഴും അത് അടിച്ചമർത്താനായിട്ട് തുടങ്ങി. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ഇത്തരത്തില് ഒറ്റപ്പെട്ട കലാപങ്ങളിൽ നിന്ന് കൂട്ടായ കലാപങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യക്കാര് തിരിയുകയും സ്വാതന്ത്ര്യം വേണം എന്നുള്ള ശക്തമായ തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ക്രമേണ ഇന്ത്യ ഉപേക്ഷിച്ച് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ അതിന് ഇന്ത്യക്കാരെ സഹായിച്ച ചില സമരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1857 വിപ്ലവത്തിന്റെ സ്വഭാവം ആണ്. അതായത് 1857 ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന വിപ്ലവത്തെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാനായിട്ട് അതിന് തുടക്കം കുറിച്ച ഒരു വിപ്ലവമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ചരിത്രകാരന്മാരെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ 1857 വിപ്ലവത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1887 കലാപത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. കലാപത്തെക്കുറിച്ചുള്ള പ്രധാന വ്യാഖ്യാനങ്ങളാണ് താഴെ പറയുന്നത്. 1 ശിപ്പായി ലഹള, 2 ദേശീയ സമരം, ഫ്യൂഡൽ കലാപം, യാഥാസ്ഥിതിക കലാപം, കർഷക കലാപം, ജനകീയ കലാപം. അപ്പോൾ ഈ 1887 വിപ്ലവത്തെ പല ചരിത്രകാരന്മാരും പല രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ചിലർ അതിനെ ശിപ്പായി ലഹള അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായ ചില പട്ടാളക്കാരുടെ അല്ലെങ്കിൽ അവരെ അന്ന് വിളിച്ചിരുന്ന പേരാണ് ശിപ്പായി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളുടെ എതിർപ്പായിട്ട് മാത്രം ചില ചരിത്രകാരന്മാര് ഈ 1887 കലാപത്തെ കണ്ടു. പക്ഷെ ചിലര് അതൊരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് ചില ചരിത്രകാരന്മാര് കണ്ടത്. അതുകൂടാതെ ഫ്യൂഡൽ കലാപമായിട്ടും യാഥാസ്ഥിതിക കലാപമായിട്ടും കാർഷിക കലാപമായിട്ടും ജനകീയ കലാപമായിട്ടും ഒക്കെ 1857 കലാപത്തെ അവര് ചില ചരിത്രകാരന്മാര് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ കലാപത്തെ കേവലം ഒരു ശിപ്പായി ലഹളയായി ചിത്രീകരിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കാനാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് ശ്രമിച്ചത്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരു തിരിച്ചടി കൊടുത്ത ഒരു കലാപമായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വില കുറച്ച് കാണാനായിട്ട് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാര് ശ്രമിച്ചു. അവരുടെ അഭിപ്രായത്തിൽ 1887 കലാപം ഒട്ടും ജനപിന്തുണ ഇല്ലാതിരുന്ന ഒരു ശിപ്പായി ലഹള മാത്രമായിരുന്നു. 1887 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് മറ്റു ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം ഏതാണ് ചോദിക്കാം, അല്ലെങ്കിൽ ശിപ്പായി ലഹളയുടെ കാലഘട്ടം
ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിച്ചാലും നമ്മൾ ആൻസർ എഴുതേണ്ടത് ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ 1857 തന്നെ എഴുതണം കേട്ടോ. മാർക്സിസ്റ്റ് എഴുത്തുകാരിലെ ആദ്യ തലമുറയിൽപ്പെട്ട എം.എൻ. റോയി, ആർ.പി. ദത്ത്, എ.ആർ. ദേശായി തുടങ്ങിയവർ 1857 കലാപത്തെ ഒരു ഫ്യൂഡൽ കലാപമായിട്ടാണ് കണ്ടത്. അപ്പൊ ഫ്യൂഡൽ കലാപമായിട്ട് 1857 കലാപം കണ്ട വ്യക്തികളാണ് എം.എൻ. റോയി, ആർ.പി. ദത്ത്, എ.ആർ. ദേശായി തുടങ്ങിയവര്. അടയാളപ്പെടുത്തി വെക്കാം. ഫ്യൂഡൽ മേധാവിത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ കലാപം തികച്ചും പ്രതിലോമപരമായിരുന്നു എന്നും അവർ അഭിപ്രായപ്പെടുന്നു. വിദേശ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ യാഥാസ്ഥിക വിഭാഗങ്ങൾ നടത്തിയ ശ്രമമായിരുന്നു 1857 കലാപം എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടു. പഴമയും പുതുമയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു അത്. 1857 കലാപത്തെ പറ്റി സമീപകാലത്ത് നടന്ന പഠനങ്ങളിൽ അതിൽ കർഷകർ വഹിച്ച പങ്കിനെ പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. കലാപത്തിലുള്ള കർഷകരുടെ വ്യാപകമായ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കി അതൊരു കാർഷിക കലാപമായിരുന്നു എന്ന അഭിപ്രായം ചില ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആധുനിക ചരിത്രകാരന്മാർ ഇതിനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉണ്ടായ ഒരു ജനകീയ കലാപമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ 1857 കലാപത്തെ പല ചരിത്രകാരന്മാരും പല രീതിയിലാണ് കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഇപ്പൊ ജനകീയ കലാപമായിട്ട് കണ്ടു, ഫ്യൂഡൽ കലാപമായിട്ട് കണ്ടു, അതുപോലെ തന്നെ കാർഷിക കലാപമായിട്ട് കണ്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ചെറിയ വിശദീകരണം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഫ്യൂഡൽ കലാപമായിട്ട് കണ്ടത് ദേശായി, ആർ.പി. ദത്ത് അങ്ങനെയുള്ള ചില ആളുകളാണ്, ചരിത്രകാരന്മാരാണ്. പക്ഷേ ശിപ്പായി ലഹളയായിട്ട് കണ്ടത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് 1857 കലാപത്തെ ഒരു ശിപ്പായി കലാപമായിട്ട് കണ്ടത്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി 1857 വിപ്ലവത്തിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുക. ഇപ്പൊ നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ 1857 വിപ്ലവത്തിനെ കുറിച്ചൊക്കെ ഒരു 5 മാർക്കോ 10 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫും കൂടെ ചേർത്ത് നമുക്ക് ആൻസർ എഴുതി വെക്കാം കേട്ടോ. കൃത്യമായിട്ട് 1857 വിപ്ലവത്തെ കുറിച്ച് മാത്രം എഴുതി വെക്കാതെ ഈ ഒരു കാര്യങ്ങളുടെ കൂടെ ആമുഖമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. 1857 ഇന്ത്യയുടെ ഉത്തര മധ്യഭാഗത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ഭടന്മാരുടെ ഒരു ലഹളയായിരുന്നു ഇത്. ഒരു കൊല്ലത്തിലേറെ നീണ്ടുനിന്ന കലാപം വിധി നിർണായകമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഈ കലാപം ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അപ്പോൾ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപം തുടങ്ങി വെച്ചത് ബ്രിട്ടീഷ് സൈന്യത്തിലെ ചില ഇന്ത്യക്കാരായ പട്ടാളക്കാരായിരുന്നെങ്കിലും അതിനുശേഷം അവരുടെ പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരായ ജനങ്ങളും കർഷകരും മറ്റാളുകളും എല്ലാം കൂടി ചേർന്ന് അതൊരു ജനകീയ കലാപമാക്കി മാറ്റുകയുണ്ടായി. അപ്പം അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. അതെല്ലാം ഈ 1857 ഈ കലാപം ഇതൊരു വ്യാപകമായ ഒരുപാട് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഈ കലാപത്തിന് 1857 കലാപത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സാമ്പത്തിക കാരണങ്ങളാണ്. അപ്പൊ സാമ്പത്തികമായ ചൂഷണങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങള്. കാരണം ബ്രിട്ടീഷുകാര് കർഷകരിൽ നിന്ന് ഒരുപാട് നികുതി ഈടാക്കിയിരുന്നു. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ അടിച്ചമർത്തിയിരുന്നു. കൂടാതെ അവർക്ക് തുച്ഛമായ വേതനം കൊടുത്തിരുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ബ്രിട്ടീഷുകാർ എന്തോ ബ്രിട്ടീഷ് മേൽക്കോയ്മ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഇന്ത്യക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥയും അതുപോലെയുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ്. അവ പിടിച്ചെടുക്കൽ നയമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താനായിട്ട് ആളുകളെ പ്രേരിപ്പിച്ച മറ്റൊരു കാര്യം. കാരണം നാട്ടുരാജ്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് അവിടെ ബ്രിട്ടീഷുകാരെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുരാജാക്കന്മാർക്ക് അവരുടെ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. അതുകൂടാതെ കർഷകർക്കും അവരുടെ മേലുള്ള ഭൂമിയും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുകയുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കാനായിട്ട് കാരണമായി. അതാണ് 1857 വിപ്ലവത്തിന്റെ രണ്ട് കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ കലാപ കാരണം എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക കാരണങ്ങളാണ്. അപ്പോൾ ഒന്നാമത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്നു നമുക്കറിയാം അല്ലെ. ഉയർന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉയർന്നത് പോലെ ജാതരെ തൊടാനോ അല്ലെങ്കിൽ അവരെ അടുത്തൂടെ പോകാനോ അവരെ ഉപയോഗിച്ചിരുന്ന വഴി ഉപയോഗിക്കാനോ ഒന്നും നമ്മുടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദളിതരായ ആളുകൾക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാര് ഈ ഇന്ത്യക്കാരായ എല്ലാ ജനങ്ങളിൽ നിന്നും അവരെന്തോ ഉയർന്ന ആളുകളാണെന്നുള്ളൊരു അവബോധം അവർക്ക് ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു വർഗീയമായ മേൽക്കോയ്മ അവർ കാണിക്കാൻ തുടങ്ങി.
അതുകൂടാതെ ഇപ്പം നമ്മള് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത് കുറെ ആളുകളെയൊക്കെ ബ്രിട്ടീഷുകാരുടെ ഭരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുകാരാക്കിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ അങ്ങനെ പങ്കുകാരാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റിലെ തൊഴിലാളികളായ ഇന്ത്യക്കാർക്ക് തുച്ഛമായ വേതനമാണ് അവർ കൊടുത്തിരുന്നത്, ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. അതുകൂടാതെ സ്ഥാനക്കയറ്റമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഇന്ത്യക്കാർക്ക് കൊടുത്തിരുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ വിവേചനമൊക്കെ ബ്രിട്ടീഷുകാരോടുള്ള നീരസത്തിന് കാരണമായി. അപ്പൊ ഈ ഒരു കാരണവും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിക്കാനായിട്ട് ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചു. ഇനി അടുത്തത് 4 എന്ന് പറയുന്നത് സൈനികപരമായ കാരണങ്ങളാണ്. അപ്പൊ സൈനിക കാരണങ്ങൾ എന്ന് പറയുന്നത് ശിപ്പായിമാരുടെ ലഹളയോട് കൂടിയാണ് 1787 കലാപം ആരംഭിക്കുന്നത്. സാധാരണ ജനങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടങ്ങളും ശിപ്പായിമാരും അനുഭവിച്ചിരുന്നു. കൂടാതെ സൈന്യത്തിലും വിവേചനം നിലനിന്നിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ മേൽത്തട്ടിലും ഇന്ത്യക്കാർ താഴെയുമായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരെക്കാൾ കുറഞ്ഞ വേതനമാണ് ശിപ്പായിമാർക്ക് കിട്ടിയിരുന്നത്. അവർക്ക് കിട്ടിയിരുന്ന വേതനം ശിപ്പായിമാർക്ക് കിട്ടിയിരുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. അവർക്ക് കിട്ടിയിരുന്ന ഭക്ഷണവും താമസവും എല്ലാം വളരെ മോശപ്പെട്ടതായിരുന്നു. ഉദ്യോഗസ്ഥ കയറ്റത്തിനുള്ള സാധ്യതയും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഭരണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന ഇന്ത്യക്കാർക്ക് വളരെ കുറഞ്ഞ പരിഗണനയാണ് നൽകിയിരുന്നത് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർക്കും വളരെ കുറഞ്ഞ പരിഗണനയാണ് അവർ കൊടുത്തിരുന്നത്. കാരണം അവർക്ക് തുച്ഛമായ വേതനം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ താമസ സ്ഥലവും ഭക്ഷണവും എല്ലാം വളരെ ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ഭക്ഷണവും താമസ സ്ഥലവും ഒക്കെയാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് അവർ കൊടുത്തിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം അവരെ പട്ടാളക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നീരസത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അതാണ് 4ാമത്തെ കാരണമായിട്ട് പറയുന്നത്. ഇനി 5ാമത്തെ കാരണം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ കാരണമാണ്. പുതിയ എൻഫീൽഡ് തോക്ക് സൈന്യത്തിൽ നടപ്പിലാക്കിയതാണ് കലാപത്തിന് ആസന്ന കാരണം എന്ന് പറയുന്നത്. അതിന്റെ തിരികൾക്ക് ഗ്രീസിട്ട ഒരു കടലാസ് ആവരണം ഉണ്ടായിരുന്നു. തിരികൾ തോക്കിൽ നിറയ്ക്കുന്നതിന് മുൻപ് ഈ കടലാസ് കടിച്ചെടുത്ത് നീക്കം ചെയ്യണമായിരുന്നു. പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് പലപ്പോഴും ഗ്രീസ് ഉണ്ടാക്കിയിരുന്നത് എന്നൊരു കിംവദന്തി പട്ടാളക്കിടയിൽ പരന്നു. തങ്ങളുടെ മതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ അത് ബോധപൂർവം ചെയ്യുകയാണെന്ന് ശിപ്പായിമാർ കരുതി. ക്ഷുഭിതരായ ശിപ്പായിമാർ പുതിയ തിരികൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും കലാപത്തിന് ഒരുങ്ങുകയും ചെയ്തു. അപ്പോൾ 1857 ശിപ്പായി ലഹള അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അതിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ എൻഫോൾഡ് തോക്കുകൾ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പുതിയ തരം നമ്മുടെ ബുള്ളറ്റ് എന്ന് പറയില്ലേ, ബുള്ളറ്റ്. അപ്പൊ ആ പുതിയ തരം ബുള്ളറ്റുകൾ അവർക്ക് കൊടുത്തത് അതിലൊരു ആവരണം ഉണ്ടായിരുന്നു, ഒരു പശു പോലെ ഒരു കൊഴുപ്പ് നിറഞ്ഞ ഒരു ആവരണം ഉണ്ടായിരുന്നു. അപ്പൊ ആ ആവരണം കടിച്ചെടുത്ത് കളയേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്കാരായ പട്ടാളക്കാർക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയില് പന്നിയെയും അതുപോലെ തന്നെ പശുവിനെയും ഒന്നും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അതൊക്കെ അശുദ്ധമായിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്നും ഭക്ഷിക്കാനായിട്ട് അനുവാദം ഇല്ലാതിരുന്ന ഒരു മതങ്ങളൊക്കെ ആയിരുന്നു ഹിന്ദു മതവും മുസ്ലിം മതവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം പന്നിയുടെയും പശുവിന്റെയും ഒക്കെ ഒരു കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം അവരുടെ വായ കൊണ്ട് കടിച്ചെടുത്ത് അതിന്റെ അംശം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അത് തങ്ങളുടെ മതത്തെ വ്രണപ്പെടുത്തുന്നതായിട്ട് അവർക്ക് തോന്നുകയും അത് ഈ പുതിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാനായിട്ട് അവർ വിസമ്മതിക്കുകയും കൂടാതെ ബ്രിട്ടീഷുകാർ അതിന് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അതിനെതിരെ തുടർന്ന ഒരു കലാപത്തിന് അവർ തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാമാണ് 1887 കലാപത്തിന്റെ കാരണങ്ങളായി കാണിക്കുന്നത്. അപ്പൊ ഈ സാമ്പത്തിക കാരണങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക, രാഷ്ട്രീയ കാരണങ്ങൾ, സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ അടയാളപ്പെടുത്തുക, സൈനിക കാരണങ്ങൾ അടയാളപ്പെടുത്തുക, പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്നും കൂടെ അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ ഇതും 1887 വിപ്ലവത്തെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം നമ്മളൊരു ആൻസർ എഴുതാൻ കേട്ടോ. ഇനി 1887 കലാപത്തിന്റെ ഫലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 193 1857 കലാപം ഇന്ത്യ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറി. അത് നമുക്കറിയാലേ, കാരണം ഇത്രയും ശക്തമായ ഒരു കലാപം ഇതിനു മുൻപ് ബ്രിട്ടീഷുകാരെ നേരിടേണ്ടി വന്നിട്ടായിരുന്നു. സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞപ്പോൾ അത് അവരിൽ ചെറിയ പതർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 1887 കലാപം ഇന്ത്യ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു എന്നുള്ള കാര്യം അടയാളപ്പെടുത്തി വെക്കാം. വ്യാപകമായ പ്രത്യാഘാതങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്തു. കലാപത്തിന്റെ ഫലങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. കാരണം 1887 കലാപത്തെ അടിച്ചമർത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന് ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണം സുഗമമായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. അതിന് 1887 കലാപത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് 3 നൂറ്റാണ്ടിലേറെയായി പഴക്കമുണ്ടായിരുന്ന മുഗൾ രാജവംശത്തിന്റെ കലാപം പൂർണ്ണമായ മന്ദ്യം കുറിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു മുഗൾ രാജഭരണത്തെ കുറിച്ചാണല്ലേ നമ്മൾ രാജവംശങ്ങളെ പഠിച്ചപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പൊ ആ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ സമയം വരെയൊക്കെ തന്നെ മുഗൾ സാമ്രാജ്യവും അതിലെ രാജാക്കന്മാരൊക്കെ നിലനിന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 3 നൂറ്റാണ്ടിലേറെ നിലനിന്നിരുന്ന മുഗൾ സാമ്രാജ്യത്തിന് അതിന്റെ അധപതനത്തിന് ഈ ഒരു 1857 കലാപം കാരണമായിട്ടുണ്ട്. രണ്ടെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് റാണി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് റാണിയുടെ നേരിട്ടുള്ള അധീനതയുടെ കീഴിലായിട്ട് ഇന്ത്യയുടെ ഭരണം മാറി. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അടയാളപ്പെടുത്തി വെക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അനന്തരഫലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഘടനയും നയങ്ങളും മാറി എന്നുള്ളതാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന നയങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ കുറച്ചുകൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവിടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. സൈന്യത്തിൽ യൂറോപ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഉയർന്ന തസ്തികകളെല്ലാം അവരുടെ കീഴിലാക്കുകയും ചെയ്തു. ദത്താവകാശ നിരോധനവും സാമ്രാജ്യത്വ വികസന നയം ഉപേക്ഷിച്ചു. പകരം സാമ്പത്തിക ചൂഷണത്തിന് ഊന്നൽ നൽകുന്ന പുത്തൻ നയങ്ങൾ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു. അപ്പോൾ 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഓർത്തു ഇനി ഇന്ത്യക്കാരെ കൂടുതലൊന്നും വെക്കേണ്ട നമ്മുടെ സൈന്യത്തില്, അവരിച്ചിരി പ്രശ്നക്കാരാണ്, അതിന് പകരം അവരെല്ലാം പിരിച്ചുവിട്ടിട്ട് കുറെ അധികം യൂറോപ്യൻ ശക്തികളെ അല്ലെങ്കിൽ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകളെ സൈന്യത്തിലേക്ക് കൊണ്ടുവന്നു. കൂടാതെ ദത്തവകാശ നിരോധന നിയമവും അതുപോലെ സാമ്രാജ്യ വികസന നയമൊക്കെ അവർ ഉപേക്ഷിച്ചു. കാരണം ഇനി സാമ്രാജ്യമൊന്നും പിടിച്ചെടുക്കണ്ട, ദത്തവകാശ നിരോധന നിയമത്തിലൂടെയൊന്നും സ്ഥലങ്ങളൊന്നും കൈക്കലാക്കണ്ട, അതെല്ലാം മാറ്റിയിട്ട് സമ്പത്ത് കൂടുതൽ പോരട്ടെ എന്നുള്ള രീതിയിൽ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ അവരുടെ ബുദ്ധി പ്രയോഗിച്ചു. അതൊരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നാലാമത്തെന്ന് പറയുന്നത് വിഭജിക്കൽ ഭരിക്കൽ നയം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. ഇന്ത്യക്കാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വ്യാപകമായി അത് ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഒരു വർഗീയ ഒരു ജാതി വിഭജനം ഒക്കെ ഉണ്ടാക്കി എന്നുള്ളത്, അല്ലെങ്കിൽ വർഗീയ കലാപത്തിനൊക്കെ ഒരു തുടക്കം കുറിച്ചതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബംഗാളിനെ വിഭജിച്ചത് തന്നെ ഒരു മുസ്ലിമുകളും ഹിന്ദുക്കളുമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രയും ഒത്തൊരുമയോടെ പൊക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യയില് ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഒരുപോലെയായിരുന്നു, അവര് സഹോദരന്മാരെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒത്തൊരുമ നിലനിന്ന് കഴിഞ്ഞാല് ഇന്ത്യയില് തങ്ങളുടെ ഭരണം കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ ഭരണവും തങ്ങളുടെ അധികാരങ്ങളും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പാടാണെന്നുള്ള മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാര് ഇത്തരത്തില് ഇന്ത്യക്കാർക്കിടയിൽ തന്നെ ജാതി വിഭജനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരെ തമ്മിൽ തല്ലിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ അവരുടെ നയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കലാപശേഷം സാമൂഹ്യ പരിഷ്കരണങ്ങളോട് ബ്രിട്ടീഷുകാർ വിമുഖത പ്രകടിപ്പിച്ചു. പലപ്പോഴും അവർ യാഥാസ്ഥികരുടെ പക്ഷം ചേർന്നു. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾക്കൊക്കെ കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞു. കാരണം സ്ത്രീ വിദ്യാഭ്യാസം മുന്നിൽ കൊടുക്കാൻ അവര് പ്രയത്നിച്ചു. അതുകൂടാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് തുനിഞ്ഞിറങ്ങി. അതുപോലെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസവും ആരോഗ്യപരമായ എല്ലാ മേഖലയിലും ഒക്കെ അവരുടേതായ രീതിയിൽ പുരോഗമനപരമായ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ 1857 കലാപത്തിന് ശേഷം അവർ പറഞ്ഞു ഇനി ഇന്ത്യയിൽ അവരെങ്ങനെയാന്ന് വെച്ചാൽ പോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ ആ സാമൂഹ്യ പരിഷ്കാരങ്ങളൊക്കെ അവര് മാറ്റി. അതിനോടൊക്കെ അതൊക്കെ അവർ നിരസിച്ചിട്ട് അവർ ഈ യാഥാസ്ഥികരായ ആളുകളോട് കൂടെ കൂടിയിട്ട് തുടർന്നുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ പരിഷ്കാരങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അത് പിന്നെയും ഇഷ്ടപ്പെടാതെ നിന്ന് നമ്മളെ പിന്നെയും അടിച്ചു പുറത്താക്കുക എന്നുള്ളൊരു ചിന്ത ബ്രിട്ടീഷുകാർക്ക് വന്നതുകൊണ്ട് അവര് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ രീതികളിലൊന്നും ഇടപെട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ 6 എന്ന് പറയുന്നത് കലാപം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വിള്ളലുകൾ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു അല്ലെ, ഒരുപാട് ബ്രിട്ടീഷുകാര് ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും അവർ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തില് ഇങ്ങനെയുള്ള ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വിള്ളലുകൾ ഉണ്ടാകാനായിട്ട് 1857 കലാപം കാരണമായി. ഇനി 7 എന്ന് പറയുന്ന ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് കലാപം വഴിതെളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്ര 7 കാര്യങ്ങളും ഒന്ന് ഓർത്തു വെക്കണം, നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. കാരണം 1857 കലാപം കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഈ പറയുന്ന 7 ഇനി 1887 വിപ്ലവത്തിന്റെ പരാജയ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? വാട്ട് വേർ ദ കോസസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857? അപ്പൊ 1857 എന്ന് പറയുന്ന ഒരു വിപ്ലവത്തിന് 1857 വിപ്ലവത്തെ കുറിച്ച് ഒരുപാട് പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ.
അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്ത് വെക്കണം. കാരണം നിരന്തരം നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കില്ല. അപ്പോൾ ഇതിന് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഏത് ഭാഗത്തു നിന്ന് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാരണങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി അതിന്റെ വിപ്ലവം നമ്മൾ അടിച്ചമർത്തി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 1887 വിപ്ലവത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കലാപത്തിന്റെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാനും നിരവധി പട്ടണങ്ങളും നഗരങ്ങളും പിടിച്ചെടുക്കാനും കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ താമസിയാതെ ബ്രിട്ടീഷ് സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചു. കലാപത്തിൽ ഉൾപ്പെട്ടവരെയും അവരെ സഹായിച്ചവരെയും കശാപ്പ് ചെയ്തുകൊണ്ട് 1887 അന്ത്യത്തോടെ കലാപം പൂർണ്ണമായി അടിച്ചമർത്തി. അപ്പൊ താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട അവരുടെ പരാജയ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കോമൺ സെൻസ് ബേസ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഒന്നാമതെന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിന് വലിയ ഭൂവുടമകളും അതുപോലെ തന്നെ ഉയർന്ന പണമിടപാടുകാരും ഒന്നും അതിനെ പിന്തുണച്ചില്ല. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു കഴിഞ്ഞാൽ അത് ജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ സാമ്പത്തിക ശേഷിയും അല്ലെങ്കിൽ തങ്ങളുടെ കൃഷിഭൂമിയും ഒക്കെ ബ്രിട്ടീഷുകാർ ജയിച്ചു കഴിഞ്ഞാൽ അവര് തങ്ങൾക്കെതിരെ നിലനിന്നു എന്നതിന്റെ പേരിൽ ഈ ഭൂമിയുടെ സ്വത്തവകാശവും എല്ലാം തിരിച്ചെടുക്കുക എന്നുള്ള ഭയവും ഈ ജമീന്ദാർമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഉയർന്ന കൃഷിഭൂമിയുള്ള ജമീന്ദാർമാരും അതുപോലെ തന്നെ പണമിടപാടുകാരും ഒന്നും 1887 കലാപത്തോട് സഹകരിച്ചില്ല. അതുകൊണ്ട് അതൊരു പരാജയ കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പിന്നെ ഒരു സംഘാടനത്തിന്റെ ആസൂത്രണത്തിന്റെ ഒക്കെ കുറവ്. കാരണം ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് നല്ല പരിചയമുള്ള ആളുകളാണ്. പക്ഷെ ഈ 1887 ശിപ്പായികളുടെ നേതൃത്വത്തിൽ നടന്ന ഈ കലാപത്തിന് ആസൂത്രണ ശേഷിയൊക്കെ വളരെ കുറവായിരുന്നു. അതുകൂടാതെ നമുക്ക് വിനിമയ സാങ്കേതിക വിദ്യയുടെ സാങ്കേതികതയൊന്നും അധികം പ്രചാരത്തിലില്ലായിരുന്നു. അതുകൂടാതെ ആധുനിക ഉപകരണങ്ങളൊന്നും നമ്മുടെ കൈവശമില്ലാത്തതുകൊണ്ട് അതൊരു പരാജയ കാരണമായിട്ട് തീരുകയാണ് ഉണ്ടായത്. പിന്നെ പരിശീലനം ലഭിച്ച നേതാക്കന്മാരുടെ അഭാവം നമുക്കൊരു വലിയ തിരിച്ചടിയായി. കാരണം നന്നായിട്ട് എല്ലാ പ്രദേശങ്ങളും കീഴടക്കാനായിട്ടും അതിന് നേതൃത്വം കൊടുക്കാനും ഒക്കെ നല്ല പരിശീലനം ലഭിച്ച നല്ല ശക്തരായിട്ടുള്ള നേതാക്കന്മാരില്ലാത്തത് ഒരു പ്രധാന തിരിച്ചടിയായിട്ട് ഈ 1887 കലാപത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷ് സേനയുടെ പരിശീലനം നേടിയ നേതൃത്വത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്കാർക്കായില്ല. കാരണം വളരെ അധികം ആധുനിക രീതിയിലുള്ള പരിശീലനം നേടിയവരാണ് ബ്രിട്ടീഷ് സൈന്യം എന്ന് പറയുന്നത്. അതുകൂടാതെ പല യുദ്ധങ്ങളും ജയിച്ചവരാണ് അവര്. അപ്പോൾ ആ ഒരു സൈന്യത്തോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനമോ ഒന്നും നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരായ പോരാളികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതിന്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. പിന്നെ ബ്രിട്ടീഷ് സേനയുടെ ആധുനിക ഗതാഗത സാങ്കേതിക വിദ്യയൊന്നും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 1887 കലാപത്തിന് തകർച്ചയ്ക്ക് കാരണമായത്. ഒന്ന് പറയുന്ന ആസൂത്രണത്തിന്റെ കുറവാണ്, രണ്ടെന്ന് പറയുന്നത് മികച്ച നേതൃത്വ പാഠമുള്ള നേതാക്കന്മാരില്ലാത്തത്, ഒന്ന് പറയുന്നത് നമുക്ക് വിനിമയ സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ ആധുനിക ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് നമുക്കൊരു വലിയ തിരിച്ചടിയായി. അതുകൂടാതെ വലിയ ജമീന്ദാർമാരും അതുപോലെ തന്നെ പണമിടപാടുകാരും ഒന്നും ഈ 1887 കലാപത്തോട് സഹകരിക്കാത്തത് കൊണ്ടും അത് കലാപം പരാജയപ്പെടുന്നതിന് ഒരു കാരണമായി തീരുകയും ചെയ്തു. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇനി 1887 കലാപം നയിച്ച പ്രധാനപ്പെട്ട രാജാക്കന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റാണി ലക്ഷ്മിഭായി അല്ലെങ്കിൽ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിഭായി നമ്മുടെ 1887 വിപ്ലവം നയിച്ച ഒരു പ്രധാനപ്പെട്ട ചക്രവർത്തിനിയായിരുന്നു. പിന്നെ താന്തിയ തോപ്പി, നാനാ സാഹിബ്, ബഹദൂർ ഷാ രണ്ടാമൻ, ബീഗം ഹസ്രത്ത് വഹൽ, കൻവാർ സിംഗ്, മൗലവി അബ്ദുള്ള, ഹേമന്ത് ഭക്തവാൻ അങ്ങനെയുള്ള കുറച്ച് നേതാക്കന്മാരാണ് നമ്മുടെ 1887 കലാപത്തിന് നേതൃത്വം കൊടുത്തതെന്ന് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. അതുകൂടാതെ ഈ റാണി ലക്ഷ്മിഭായി എന്നുള്ളത് ഝാൻസി റാണി എന്ന വ്യക്തിയാണ്, റാണിയാണ്. ഈ ലക്ഷ്മിഭായ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ താന്തിയ തോപ്പിയും നാനാ സാഹിബും ബഹദൂർ ഷാ രണ്ടാമനും ഒക്കെ വളരെ പ്രശസ്തരായ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള രാജാക്കന്മാരാണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നയങ്ങളും ഒക്കെ കാരണം അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരാണ് ഇവരെല്ലാം. ഇവരുടെ നേതൃത്വത്തിലാണ് 1887 കലാപം കൂടുതൽ ശക്തി പ്രാപിച്ച് പടർന്ന് പന്തലിച്ചതെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. പക്ഷെ ഇവർക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യവും കൂടെ അതിന്റെ മനസ്സിലൊന്ന് കൊണ്ടുവരികയും ചെയ്യണേ. ഇനി അടുത്തതെന്ന് പറയുന്നത് കമ്പനി ഭരണത്തിനെതിരായി നടത്തപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളെ കുറിച്ച് ഒരു വിവരണം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ജനകീയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ കൂടാതെ
അതുകൂടാതെ നമ്മുടെ 1887 വിപ്ലവം കൂടാതെ മറ്റു പല സാമൂഹിക പ്രക്ഷോഭങ്ങളും ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു സന്താൾ കലാപം എന്ന് പറയുന്ന ഗോത്രവർഗ കലാപം. അതുകൂടാതെ കുറിച്യർക്കരുടെ കലാപം, കൂടാതെ പലതരത്തിലുള്ള ചെറിയ ചെറിയ കലാപങ്ങളും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഹൈദരാലി, ടിപ്പു സുൽത്താൻ, സിഖുകാർ തുടങ്ങിയവരുടെ പോരാട്ടങ്ങളും പഴശ്ശി വിപ്ലവം, പോളിഗർ വിപ്ലവം, സന്യാസി വിപ്ലവം, മാപ്പിള ലഹള, ഫക്കീർ ലഹള, സന്താൾ കലാപം, കുറിച്യർ കലാപം, കുറുമ്പൻ കലാപം എന്നിവയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായ നടന്ന ആദ്യകാല പ്രതിരോധ പ്രസ്ഥാനങ്ങൾ. കാരണം പഴശ്ശി കലാപത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. പിന്നെ കുറിച്യ കലാപം, സന്താൾ കലാപം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളായിരുന്നു എന്ന് ഓർക്കാം. അപ്പൊ ഇത്തരം കലാപങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കലാപങ്ങളാണെന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് സന്യാസ ലഹളയെ കുറിച്ചാണ്. എന്താണ് സന്യാസ ലഹള എന്ന് നോക്കാം. പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിലേക്ക് കുടിയേറി. അവിടെ ജന്മികളും കർഷകർക്കിടയിലും വിദഗ്ധ തൊഴിലാളികൾക്കിടയിലും സൈനികർക്കിടയിലും അസംതൃപ്തി പടർന്നു. പുതിയ ഭൂനികുതികൾ കർഷകരുടെയും കരവേലക്കാരുടെയും ജീവിതം അവതാളത്തിലാക്കി. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ചില വിലക്കുകൾ സന്യാസിമാരെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ കഷ്ടതകളെല്ലാം കാരണം വിദേശ ഭരണമാണെന്ന് തിരിച്ചറിഞ്ഞ കർഷകരും സന്യാസിമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി. അപ്പോൾ സന്യാസ ലഹള എന്ന് പറയുന്നത് സന്യാസിമാര് കൊണ്ടുവന്ന ലഹളയാണ് എന്ന് മാത്രം ഓർക്കാതെ അത് പല രീതിയിൽ കർഷകരും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. കർഷകർക്ക് ഉയർന്ന നികുതി കൊടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ പല അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ ദാരിദ്ര്യാവസ്ഥയും ഒക്കെ കാരണം ബ്രിട്ടീഷുകാരാണെന്നുള്ള ഒരു മനസ്സിലാക്കൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാരെക്കെതിരെ പോരാടാനായിട്ട് കർഷകർ തീരുമാനിച്ചത്. അതുകൂടാതെ തന്നെ സന്യാസിമാരെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന് ബ്രിട്ടീഷുകാര് വിലക്ക് ഏർപ്പെടുത്തി. അത് സന്യാസിമാരെ വളരെയധികം പ്രകോപിപ്പിച്ചു. അപ്പൊ അവരും കൂടെ ഈ കർഷകരുടെ കൂടെ അല്ലെങ്കിൽ സന്യാസികളും കൂടെ കർഷകരുടെ കൂടെ കൂടിയിട്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ അവര് പ്രവർത്തനം ആരംഭിക്കുകയും അത് സന്യാസ ലഹളയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. അപ്പൊ അതിന്റെ മേഖല ഏതൊക്കെയാണെന്ന് നോക്കാം. വടക്കേ ബംഗാൾ, ആസാം, ബീഹാർ, രംഗപൂർ, ധാക്ക, ഗോഗ്ര എന്നിവിടങ്ങളിലാണ് സന്യാസി കലാപം നടന്നത്. അപ്പൊ സന്യാസി കലാപം എങ്ങനെ നടന്നു, അതിൽ സന്യാസിമാരും കർഷകരും ഉണ്ടാകുന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഈ സന്യാസി കലാപം ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി അതിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കി. അനീതികൾക്കെതിരായ യുദ്ധം ചെയ്യുന്ന പാരമ്പര്യം സന്യാസിമാർക്കുണ്ടായിരുന്നു. അവരും കർഷകരോടൊപ്പം ചേർന്ന് കമ്പനിയുടെ ഫാക്ടറികളിൽ അതിക്രമിച്ചു കടക്കുകയും ട്രഷറികൾ കൊള്ളടിക്കുകയും ചെയ്തു. കാരണം സന്യാസിമാരെന്ന് പറയുന്നത് എപ്പോഴും ഇപ്പം ധ്യാനത്തിലിരിക്കുന്ന സമാധാനപ്രിയരായ സന്യാസികളല്ല. അവർക്ക് ആ ഒരു കാലഘട്ടത്തില് അനീതിക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം സന്യാസിമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സന്യാസിമാരും കൂടെ കർഷകരുടെ കൂടെ ചേർന്ന് സന്യാസ ലഹളയ്ക്ക് തുടക്കം കുറിച്ചു. 18ാം നൂറ്റാണ്ട് അവസാനം വരെ ഇത് നീണ്ടു നിന്നിരുന്നു. അതിന്റെ അവസാനം 18ാം നൂറ്റാണ്ട് അവസാനം ബ്രിട്ടീഷുകാർ ലഹളക്കാരെ കീഴ്പ്പെടുത്തിയാണ് ഉണ്ടായത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സന്യാസ ലഹളയുമായിട്ട് കൂടിച്ചേർന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സന്യാസ ലഹള എന്ന് പറയുന്നത് സന്യാസിമാർ മാത്രം നടത്തിയതല്ലെന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. കർഷകരുടെ അനീതി അല്ലെങ്കിൽ കർഷകരോട് ബ്രിട്ടീഷുകാർ കാണിച്ച അനീതിയും ചൂഷണങ്ങളും ഒക്കെയാണ് കർഷകരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചത്. അതുകൂടാതെ സന്യാസിമാർക്ക് ബ്രിട്ടീഷുകാരോട് ചൊടിപ്പ് അല്ലെങ്കിൽ നിരസം ഉണ്ടായത് പല വിശുദ്ധ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ വിലക്കാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് സന്യാസിമാരും കർഷകരും കൂടിച്ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അതാണ് സന്യാസ ലഹളയായിട്ട് പരിണമിച്ചത്. ഇനി അടുത്താണ് ഫക്കീർ ലഹള എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫക്കീർ ലഹള എന്ന് പറയുന്നത് യാചകരെയാണ് ഫക്കീർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം സ്വന്തമായിട്ട് ഭൂമിയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് താമസ സ്ഥലവും ഇല്ലാത്ത ഒരു വിഭാഗം അലഞ്ഞിടക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് യാചകരെയാണ് ഫക്കീർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഫക്കീർ ആയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഫക്കീർ ലഹള എന്ന് വിളിക്കുന്നത്. ബംഗാളിലെ അലഞ്ഞു തെളിഞ്ഞു നടക്കുന്ന യാചകരാണ് ഫക്കീറുകൾ. അടയാളപ്പെടുത്തി വെക്കണം യാചകരാണെന്നുള്ള കാര്യം. 7000 അംഗങ്ങൾ വരുന്ന ഭൂമിയില്ലാത്ത കർഷകരുടെ അലഞ്ഞു തിരിയുന്ന സംഘങ്ങളായിരുന്നു അവർ. ബംഗാളിന്റെ വടക്ക് ഭാഗം ബീഹാർ, ആസാം എന്നിവിടങ്ങളിലെ ഇംഗ്ലീഷ് ഫാക്ടറികൾ ആക്രമിച്ചും ആയുധങ്ങളും സമ്പത്തും കൊള്ളയടിച്ചുമാണ് 1776 ഈ ലഹള തുടങ്ങിയത്.
ഇപ്പൊ ഫക്കീർ ലഹളയുടെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1776 എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർത്ത് വെക്കണം, അടയാളപ്പെടുത്തി കൂടെ വെക്കുക കേട്ടോ. ബ്രിട്ടീഷുകാർ ഈ വിപ്ലവം അടിച്ചമർത്തി ഗോത്രവർഗ അപ്പൊ ഈ ബ്രിട്ടീഷുകാരും ഈ ഒരു 1776 ഫക്കീർ ലഹളയും കൂടെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയാണ് ഉണ്ടായത്. ഫക്കീർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം, അത് യാചകരാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി വെച്ച യാചകരാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഫക്കീർ എന്ന് പറയുന്നത് വലിയ പ്രഭു ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. അപ്പൊ അതിന് മുൻപ് യാചകരാണെന്നുള്ള കാര്യം ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫക്കീർ എന്ന് പറയുന്നത് യാചകരാണ്. 7000-ഓളം അംഗങ്ങൾ വരുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന യാചകരായിട്ടുള്ള ഒരു വിഭാഗത്തെയാണ് ഫക്കീർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ നടന്ന കലാപമായിരുന്നു ഫക്കീർ ലഹള എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു ആക്രമണ രീതി എന്ന് പറയുന്നത് അവർ ആയുധങ്ങളും സമ്പത്തും കൊള്ളയടിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫാക്ടറികൾ ആക്രമിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഗോത്രവർഗ സംഘർഷം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഗോത്രവർഗ സംഘർഷത്തിൽ ഉൾപ്പെടുന്നതാണ് സന്താൾ കലാപം അല്ലെങ്കിൽ കുറിച്യ കലാപം ഒക്കെ ഗോത്രവർഗ സംഘർഷത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഈ സന്താൾ കലാപമായിരുന്നു ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗോത്രവർഗ കലാപങ്ങളിൽ ഏറ്റവും വലുതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബ്രിട്ടീഷുകാരുടെ അനീതികൾക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങൾക്കെതിരെയുള്ള തുറന്ന ഒരു പ്രക്ഷോഭമായിരുന്നു സന്താൾ കലാപം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സന്താൾ ലഹള. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. വലിയ ഗോത്രവർഗ കലാപമായിരുന്നു സന്താൾ ലഹള എന്നുള്ളത്. ഇത് ഏത് പ്രദേശങ്ങളിലാണ് ഉണ്ടായത്? ബീഹാർ, ബംഗാൾ മേഖലകളിലെ ഗോത്രവർഗക്കാരായ കർഷകരാണ് സന്താളുകൾ എന്നറിയപ്പെടുന്നത്. കാടുകൾ വെട്ടിത്തെളിച്ച് അവയെ കൃഷിഭൂമിയാക്കി മാറ്റുന്നതാണ് സന്താൾ ഗോത്രവർഗക്കാർക്ക് മുഖ്യമായും ശ്രമിച്ചിരുന്നത്. കാരണം വീടിച്ചുട്ട് കൃഷി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. വെടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത് പണ്ട് ആളുകള് ഈ വനപ്രദേശങ്ങളൊക്കെ തീയിട്ട് നശിപ്പിച്ച് അവിടെയൊക്കെ വെട്ടി ശരിപ്പെടുത്തി അവിടെ ഒരു കൃഷിസ്ഥലമാക്കി മാറ്റുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ആഗമനം ആ സമയത്ത് പോലും വെടിച്ചുട്ട് കൃഷിയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഭൂനികുതി വ്യവസ്ഥയൊക്കെ ബ്രിട്ടീഷുകാർ തുടങ്ങിയപ്പോൾ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയൊക്കെ തുടങ്ങിയപ്പോൾ ഈ സന്താൾ ആളുകൾക്ക് അവരുടെ കൃഷിഭൂമി നഷ്ടമായി. അപ്പൊ അവരുടെ വരുമാന മാർഗമൊക്കെ നഷ്ടമായപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് സന്താൾ ഗോത്രവർഗക്കാരെ അത് ഒരു ആഹ്വാനമേകി. അപ്പം ഇത്തരത്തില് സന്താൾ എന്ന് പറയുന്ന ഗോത്രവർഗക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ വ്യാപകമായ കലാപമാണ് സന്താൾ ലഹള എന്നറിയപ്പെടുന്നത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കാം. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ സന്താൾ കർഷകർക്ക് കാലങ്ങളായി കൃഷി ചെയ്തിരുന്ന ഭൂമി നഷ്ടപ്പെട്ടു. ജമീന്ദാർമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും പീഡനം അസഹനീയമായപ്പോൾ സന്താളുകൾ കലാപത്തിനൊരുങ്ങി. അവരുടെ നേതാക്കന്മാരായ സിധുവും കാനവും ശത്രുക്കളെ ആയുധമെടുക്കാൻ ആഹ്വാനം ഏകി. സിന്ധുവും കാനവും ആരാണെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. കാരണം സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് സിന്ധുവും അതുപോലെ തന്നെ കാനവും എന്നും പറയുന്ന രണ്ട് നേതാക്കന്മാർ. അപ്പം ഇത് വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കണം. പിന്നെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട മറ്റു ജനവിഭാഗങ്ങളും കൂടെ സന്താൾ കലാപത്തിൽ കൂടിച്ചേർന്നു. അവര് കലാപികാരികൾ ജമീന്ദാർമാരെയും ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുകയും വീടുകളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. 6 മാസത്തിലേറെ ഈ കലാപം നീണ്ടു നിന്നു. പട്ടാളക്കാരെ ഇറക്കി ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പോളിഗാർ കലാപമാണ് കേട്ടോ. അപ്പൊ ഈ പോളിഗാർ എന്ന് പറയുന്നത് ഒരു പ്രഭുവർഗത്തെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് പോളിഗാർ എന്ന് പറയുന്നത്. അപ്പം അത് ഈ പോളിഗാർ കലാപം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് പ്രഭുവർഗത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് പോളിഗാർ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കണം. തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു പോളിഗാർ സമ്പ്രദായം. തെക്കേ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ ഒട്ടേറെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് പല ഭരണാധികാരങ്ങളും ഉണ്ടായിരുന്നു. സ്വന്തമായി സൈന്യത്തെയും നിലനിർത്തിയിരുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇവർ പോളിഗാർ എന്നാണ് അറിയപ്പെടുന്നത്. അടയാളപ്പെടുത്തി വെക്കുക. ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യ ആക്രമിച്ചപ്പോൾ നാട്ടുരാജാക്കന്മാർ വലിയ എതിർപ്പൊന്നുമില്ലാതെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. എന്നാൽ പോളിഗാർമാർ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ തയ്യാറായില്ല. അവരെ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. എന്നാൽ ജനകീയ പിന്തുണയോടെ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടാൻ അവർ തീരുമാനിച്ചു. വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുത് പാണ്ഡ്യനുമാണ് പോളിഗാർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ പോളിഗാർ കലാപം എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണെന്ന് ഓർക്കുക. അതുകൂടാതെ നമ്മുടെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ വിളിച്ചിരുന്ന ഒരു പേരാണ് പോളിഗാർ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതുകൂടാതെ ബ്രിട്ടീഷുകാര് നാട്ടുരാജ്യങ്ങൾ ഓരോന്നായിട്ട് കരസ്ഥമാക്കിയപ്പോൾ നാട്ടുരാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാരുടെ കീഴടങ്ങിയെങ്കിലും ഈ പ്രഭുക്കന്മാരൊന്നും ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാനായിട്ട് തുനിഞ്ഞില്ല. അപ്പൊ അവര് ജനകീയമായ ഒരു പ്രക്ഷോഭത്തിന് മുൻകൈ എടുത്തു. അതാണ് പോളിഗാർ കലാപം എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും പോളിഗാർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകള് വീരപാണ്ഡ്യ
കട്ടബൊമ്മനും അതുപോലെ തന്നെ മരുത് പാണ്ഡ്യനുമാണെന്നുള്ള കാര്യവും ഓർത്ത് വെക്കണം, അടയാളപ്പെടുത്തി വെക്കണേ. പോളിഗാർ കലാപത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യനും മരുത് പാണ്ഡ്യനുമാണ്. പോളിഗാർമാരെ അമർച്ച ചെയ്യാൻ മദ്രാസിന് കൗൺസിൽ തീരുമാനിച്ചു. പോളിഗാർമാരിൽ ചിലരെ തങ്ങളുടെ വശത്താക്കി ബ്രിട്ടീഷുകാർ അവരുടെ സഹായത്തോടെ കലാപം അമർച്ച ചെയ്തു. പോളിഗാർ കലാപം വ്യാപകമായ ഒന്നായിരുന്നു. ഇപ്പൊ പോളിഗാർ കലാപം അമർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാര് പോളിഗാർമാരായിട്ടുള്ള ആളുകളെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ചില ആളുകളെയൊക്കെ സ്വാധീനിച്ച് തങ്ങളുടെ പക്ഷത്താക്കിയിട്ട് ആണ് അവര് പോളിഗാർ കലാപം അമർച്ച ചെയ്തത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അപ്പൊ പോളിഗാർ കലാപവും ഗോത്രവർഗ കലാപവുമായിട്ടുള്ള സന്താൾ കലാപവും ഒക്കെ നമ്മുടെ ഗോത്രവർഗ കലാപത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലാപങ്ങളൊക്കെ ഫക്കീർ ലഹളയാണെങ്കിലും സന്താൾ കലാപമാണെങ്കിലും അതുപോലെ തന്നെ പോളിഗാർ കലാപമാണെങ്കിലും നമ്മൾ എഴുതി വെക്കാനായിട്ട് പ്രത്യേകം ഓർക്കണം. ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില പോയിന്റുകളാണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഗോത്രവർഗങ്ങളുടെ പങ്ക് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ ഗോത്ര ജനതയും ഒരു പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. അവർ നടത്തിയ പ്രക്ഷോഭങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പൊ അതില് ഗോത്രവർഗക്കാർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തിരുത്താനായിട്ട് വളരെയധികം സഹായകരമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഈ സന്താൾ കലാപം അതുപോലെ തന്നെ കുറിച്യർ ലഹളയൊക്കെ ബ്രിട്ടീഷുകാരെക്ക് വളരെ വലിയ തിരിച്ചടി നൽകിയിട്ടുള്ള രണ്ട് ഗോത്രവർഗ സമരങ്ങളാണ് അല്ലെങ്കിൽ കലാപങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സന്താൾ ലഹള. ബീഹാർ, ബംഗാൾ മേഖലയിലെ ഗോത്രവർഗക്കാരായ കർഷകരാണ് സന്താളുകൾ. അടയാളപ്പെടുത്തി വയ്ക്കുക. കാടുകൾ വെട്ടിത്തെളിച്ച് അവയെ കൃഷിഭൂമിയാക്കി മാറ്റുന്നതാണ് സന്താൾ ഗോത്രവർഗങ്ങൾ മുഖ്യമായും ശ്രമിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ സന്താൾ കർഷകരും കാലങ്ങളായി കൃഷി ചെയ്തിരുന്ന ഭൂമി നഷ്ടപ്പെട്ടു. ജമീന്ദാർമാരുടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും പീഡനം അസഹനീയമായപ്പോൾ സന്താളുകൾ കലാപത്തിനൊരുങ്ങി. അവരുടെ നേതാക്കന്മാരായ സിന്ധുവും കാനവും ശത്രുക്കൾക്കെതിരായ ആയുധമെടുക്കാൻ ആഹ്വാനമേകി. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട മറ്റു വിഭാഗങ്ങളും അവരോടൊപ്പം ചേർന്നു. കലാപകാരികൾ ജമീന്ദാർമാരെയും ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. 6 മാസത്തിലേറെയായി ഈ കലാപം നീണ്ടുനിന്നു. പട്ടാളക്കാരെ ഇറക്കി ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യകാല ചെറുത്തുനിൽപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ സന്താൾ കലാപത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ പാരഗ്രാഫിൽ ഉള്ളത് കേട്ടോ. ഒരു പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ ക്വസ്റ്റ്യൻ വേറെയാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഗോത്രവർഗങ്ങളുടെ പങ്ക് ചർച്ച ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സന്താൾ കലാപവും അതുപോലെ തന്നെ കുറിച്യ കലാപവും എഴുതി വെക്കണം. അത് രണ്ടുമാണ് പ്രധാനപ്പെട്ടതായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള പ്രധാന കലാപങ്ങൾ എന്ന് പറയുന്നത്. ഇനി കുറിച്യ കലാപം എന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസികളായിരുന്നു കുറിച്യരും കുറുമ്പരും. കൃഷിയും നായാട്ടുമായിരുന്നു ജീവിച്ചിരുന്ന ഇവർ വലിയ വില്ലാളികളായിരുന്നു. വില്ലാളി വീരന്മാരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം വില്ലാളികൾ എന്ന് പറയുന്നത് വളരെ ആയുധ മേഖലയിലും അല്ലെങ്കിൽ ഇപ്പം മൃഗങ്ങളെ വേട്ടയാടുന്ന ആളുകൾക്ക് എത്രത്തോളം കായിക ക്ഷമതയുണ്ടെന്നും അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം യുദ്ധ കാര്യങ്ങളിൽ പ്രാവീണ്യമുണ്ടെന്നും നമുക്കറിയാം. അപ്പോൾ ഈ കുറിച്യരെയൊക്കെ നേരിടാനായിട്ട് ബ്രിട്ടീഷുകാർ വളരെയധികം പാടുപെടുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. നായാട്ടുമായി ജീവിച്ചിരുന്നവർ വലിയ വില്ലാളികളായിരുന്നു. വയനാട്ടിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലായതോടെ കുറിച്യരുടെ ഗോത്ര ജീവിതം തകരാറിലാകാൻ തുടങ്ങി. തങ്ങളുടെ സാമൂഹിക ജീവിതത്തെ അലോസരപ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവുമായി ചേർന്നുകൊണ്ട് അവർ പോരാടി. പഴശ്ശി കലാപത്തെ അമർച്ച ചെയ്ത ശേഷം ബ്രിട്ടീഷുകാർ വയനാടിനെ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കി. 1812 മാർച്ച് രാമനബിയുടെ നേതൃത്വത്തിൽ കുറിച്യർ കലാപം ആരംഭിച്ചു. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കുറ്റ്യാടി എന്നിവിടങ്ങളിൽ കലാപം രൂക്ഷമായി തീർന്നു. നായന്മാർ, തീയൻ തുടങ്ങിയവരുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. അപ്പോൾ കുറിച്യ കലാപത്തിന്റെ കാലഘട്ടം എങ്ങനെയാണെന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. കാരണം 1 വേർഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 1812 മാർച്ച് മാസമാണ് രാമനബിയുടെ നേതൃത്വത്തിൽ കുറിച്യർ കലാപം ആരംഭിച്ചതെന്നുള്ള കാര്യം പ്രധാനമായിട്ട് അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കുറ്റ്യാടി എന്നിവിടങ്ങളിൽ കലാപം രൂക്ഷമായി തീർന്നു. നായന്മാർ, തീയർ തുടങ്ങിയവരുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. വയനാട്ടിലെ ബ്രിട്ടീഷ് സേനയെ ആക്രമിച്ച് തിരുത്തിയ കലാപകാരികൾ ചുരങ്ങളെല്ലാം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ വയനാട്ടില് ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ തിരിച്ചടി കൊടുത്ത ഒന്നാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. കാരണം വില്ലാളി വീരന്മാരായ ഒരുപാട് ആളുകൾ കുറിച്യരുടെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അപ്പൊ കുറിച്യ കലാപം ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നതുകൊണ്ട് ഒളിപ്പോര്, അങ്ങനെയുള്ള ഗറില്ല യുദ്ധം, അങ്ങനെയൊക്കെയുള്ള യുദ്ധമുറകളൊക്കെ കൊണ്ടുവന്നത് ഈ കുറിച്യരൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധമുറകൾ ബ്രിട്ടീഷുകാർക്ക് തീരെ അപ്രാപ്യമായിരുന്നു. കാരണം അവർക്ക് ആ രീതിയിലുള്ള യുദ്ധമുറകളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കുറിച്യ കലാപം
വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാര് വളരെയധികം കഷ്ടപ്പെട്ട് ഈ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഈ ഒരു കലാപം അടിച്ചമർത്തിയത്. പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ നാള് ബ്രിട്ടീഷുകാർക്ക് ഒരു തലവേദന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലായിരുന്നു. ഒടുവിൽ മൈസൂരിൽ നിന്നും മംഗലാപുരത്ത് നിന്നും സേനാ വിഭാഗങ്ങളെ കൊണ്ടുവന്നാണ് ബ്രിട്ടീഷുകാർ പ്രക്ഷോഭത്തെ അടിമറിച്ച് ചെയ്തത്. 1812 മെയ് മാസത്തോടെ കലാപം പരാജയപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാത്രം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ ഒന്നാണ് സന്താൽ കലാപവും കുറിച്യ കലാപം എന്ന് പറഞ്ഞു. പക്ഷെ കുറിച്യ കലാപം വയനാട്ടിൽ നടന്നതാണ്. അത്രയും വളരെ വിപുലമായ വളരെ ശക്തമാർന്ന ഒരു കലാപമായിരുന്നു കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നിലവിൽ ഉണ്ടായിരുന്ന ശക്തി കൊണ്ട് സൈനിക ശക്തി കൊണ്ട് പിടിച്ചടക്കാൻ സാധിക്കാത്ത രീതിയിൽ വളരെ വിപ്ലവകരമായ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ലഹളയായിരുന്നു ഈ കുറിച്യ കലാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് മൈസൂരിൽ നിന്നും അതുപോലെ തന്നെ മംഗലാപുരത്ത് നിന്നും ഒക്കെ സേനാ വിഭാഗങ്ങളെ വരുത്തിയിട്ടാണ് ബ്രിട്ടീഷുകാര് ഈ ഒരു കുറിച്യ കലാപത്തെ അടിച്ചമർത്തിയത്. അതൊന്ന് ഓർത്തു വെക്കുക. 1812 മെയ് മാസത്തോടെ കലാപം പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്റർ 19 പഠിക്കാനുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ കുറിച്യ കലാപത്തെ കുറിച്ച് കണ്ടു, അതുപോലെ തന്നെ സന്താൽ കലാപത്തെ കുറിച്ച് കണ്ടു. പിന്നെ നമ്മുടെ ഫക്കീർ ലഹള അതുപോലെയുള്ള മറ്റു ലഹളകളെ കുറിച്ച് നമ്മൾ കണ്ടു. സന്യാസി ലഹളയെ കുറിച്ചൊക്കെ പ്രധാനപ്പെട്ടതാണ് സന്യാസി ലഹളയൊക്കെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1857 വിപ്ലവത്തിന്റെ പരാജയ കാരണങ്ങളും 1857 വിപ്ലവം ഏതൊക്കെയായിരുന്നു, അതിന്റെ ലക്ഷ്യങ്ങള്, അതിന്റെ പരാജയ കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 1857 വിപ്ലവം പഠിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ലഹളകളാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് തലവേദനയായി തീർന്നെന്നുള്ള കാര്യവും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഈ ചാപ്റ്റർ 19 പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ചാപ്റ്റർ 20 കേട്ടോ. ചാപ്റ്റർ നമ്പർ 20, 20ാമത്തെ ചാപ്റ്റർ നാഷണലിസം അഥവാ ദേശീയത. ഓക്കെ, അപ്പം ദേശീയത എന്ന് പറയുന്നത് എന്താണ്? പേജ് നമ്പർ 199 എടുക്കുക കേട്ടോ. 199ാമത്തെ പേജ് എടുക്കുക. ദേശീയത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലൊക്കെ നമ്മൾ പല പ്രാവശ്യം ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു വേർഡാണ്. നമ്മൾ ദേശീയ അവബോധമുള്ളവരായിരിക്കണം, കടുത്ത ദേശീയവാദിയായിരുന്നു പല നമ്മുടെ നേതാക്കന്മാരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സംസ്കാരത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രദേശങ്ങളിലെയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചു നിലനിർത്താനായിട്ട് ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എപ്രകാരമാണ് വ്യവസായവൽക്കരണം ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത് എന്നാണ്. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്? ഇപ്പൊ യൂറോപ്പിലെ ദേശീയതയെ കുറിച്ചാണ് പറയുന്നത്. 18ാം നൂറ്റാണ്ടിൽ സമൂഹത്തിലും സമ്പത്തിലും ഉണ്ടായ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് യൂറോപ്പിൽ ദേശീയത വളർന്നത്. അടയാളപ്പെടുത്തി വെക്കുക. വ്യവസായവൽക്കരണവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉത്പാദനത്തിനും മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും വഴിതെളിച്ചു. അത് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഏകീകൃത മാർക്കറ്റുകളുടെ രൂപീകരണത്തിനിടയാക്കി. വളരെ വലിയ വിപണന കേന്ദ്രങ്ങളുടെ നിർമ്മിതി വില്ലേജുകളുടെയും ജില്ലകളുടെയും പ്രവിശ്യകളുടെയും രാഷ്ട്രീയ ഏകീകരണത്തിലേക്ക് നയിച്ചു. മാർക്കറ്റുകളിൽ വിവിധങ്ങളായ വൈദഗ്ധ്യങ്ങളിൽ പ്രാവീണ്യം നേടിയവരുടെ സേവനം ആവശ്യമായി വന്നു. ഇത് ഏതെങ്കിലും ഒരു പ്രധാന ഭാഷയെ കേന്ദ്രീകരിച്ചുള്ള ഏകീകൃത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ ആവശ്യകതയെ സൃഷ്ടിച്ചു. ആധുനിക കാലഘട്ടത്തിന് മുൻപ് ആളുകൾ തങ്ങളുടേതായ പ്രാദേശിക പരിസ്ഥിതിയിൽ ആണ് ഭാഷയും മറ്റ് വൈദഗ്ധ്യങ്ങളും കരസ്ഥമാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് ആധുനിക സാമ്പത്തിക മേഖലയിൽ സംബന്ധിച്ച മാറ്റങ്ങളുടെ ഫലമായി ഒരു ഏകീകൃത രീതിയിലുള്ള പരിശീലനവും വിദ്യാഭ്യാസവും നിലവിൽ വന്നു. ആശയവിനിമയ സംവിധാനത്തിലെ ഏകജാതീയത്വവും ദേശീയ സംസ്കാരത്തെ സൃഷ്ടിക്കുകയും ദേശീയ അതിർത്തികളെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ അതിർത്തികളിൽപ്പെട്ട ആളുകൾ പരസ്പര യോജിപ്പിലും ഐക്യത്തിലും കടന്നു വന്നു. ഓരോ ആളുകളും തങ്ങളെ തന്നെ വിലയിരുത്തുന്നതിന് സമുദായത്തിലെ ഒരു അംഗമായി വിലയിരുത്താൻ തുടങ്ങി. ഇപ്രകാരം ഇംഗ്ലണ്ടിലെ രാജ്യ അതിർത്തിയിൽപ്പെട്ട ഇംഗ്ലീഷുകാർ പരസ്പരം ആശയവിനിമയത്തിലും ഖണ്ഡതയിലും ബന്ധത്തിലേക്കും വന്നു. ഇത് തന്നെ ജർമ്മൻ ജനതയിലും ഇടയിലും ഫ്രാൻസിലും എല്ലാം സംഭവിച്ചു. ഒരേ അതിർത്തികളിൽ വരുന്നവർക്കിടയിൽ തങ്ങൾ എന്നൊരു വികാരം കടന്നുകൂടി. ഇതായിരുന്നു ദേശീയതയുടെ തുടക്കം. അപ്പോൾ യൂറോപ്പിൽ ഉണ്ടായ ദേശീയതയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ കാണുന്നത്. കാരണം വ്യവസായവൽക്കരണം ഒക്കെ ദേശീയതയെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് നമുക്കൊരു കാലഘട്ടത്തില് നമ്മുടെ വ്യവസായ ശാലകളിൽ ഒരുപാട് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരുപാട് സാധന സാമഗ്രികൾ ഉണ്ടാക്കാനുള്ള ഫാക്ടറികളും കാര്യങ്ങളും ഒക്കെ ഉയർന്നു വന്നു. അതാണ് വ്യവസായവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യവസായവൽക്കരണം പല ഭാഗത്തു നിന്നുള്ള ആളുകളെ ഒന്നിപ്പിക്കുകയും അതുകൂടാതെ അവരുടെ ഒരേ ഭാഗത്തു നിന്നുള്ള ഒരേ പ്രദേശം ഒരേ അതിർവരമ്പിലുള്ള ആളുകളെല്ലാം
നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു വികാരം കൊണ്ടു നടക്കാൻ തുടങ്ങി. അതാണ് ദേശീയതയായിട്ട് രൂപപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു, അതായത് വ്യവസായവൽക്കരണമായിരുന്നു യൂറോപ്പിലെ ദേശീയതയുടെ പ്രധാനപ്പെട്ട ഒരു തുടക്കം കൊടുത്തത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അതിർത്തിക്കുള്ളിൽ വരുന്നവർക്കിടയിൽ തങ്ങൾ എന്നൊരു വികാരം കടന്നുകൂടി. ഇതായിരുന്നു ദേശീയതയുടെ തുടക്കം. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഇനി ഹൗ വാസ് ഇന്ത്യൻ നാഷണലിസം ഡിഫറൻറ്റ് ഫ്രം ഇറ്റ്സ് യൂറോപ്യൻ കോൺട്രിബ്യൂട്ട്? അപ്പോൾ എപ്രകാരമാണ് ഇന്ത്യൻ ദേശീയത യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് നോക്കാം. ഇപ്പം യൂറോപ്പില് നമ്മൾ പറഞ്ഞു ദേശീയത ഉണ്ടായത് അവിടെ വ്യവസായവൽക്കരണം തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷെ ഇന്ത്യയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ദേശീയത ഉയർന്നു വന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. യൂറോപ്പിൽ ദേശീയത വളർന്നത് വ്യവസായവൽക്കരണത്തിന്റെ ഫലമായിട്ടാണ്. എന്നാൽ ഇന്ത്യയിലെ ദേശീയതയുടെ വളർച്ച വ്യവസായവൽക്കരണത്തിന്റെ ഫലമല്ല. യൂറോപ്പിൽ ദേശീയത ഉടലെടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ അവസ്ഥ യൂറോപ്പിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. യൂറോപ്പിൽ വ്യവസായവൽക്കരണം ദ്രുതഗതിയിൽ വളരുമ്പോൾ ഇന്ത്യയുടെ കാർഷിക സമ്പദ്ഘടനയിൽ തന്നെ തുടർന്നു. വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിച്ചിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിന് മുൻപ് തന്നെ ദേശസ്നേഹം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ദേശീയത 19ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കാനുള്ള ഇന്ത്യക്കാരുടെ പൊതു മനസാക്ഷ്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതാണ് ഇന്ത്യൻ ദേശീയത. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെല്ലാം ഒന്നാണെന്നുള്ളൊരു വികാരം നമ്മളിൽ ഉണ്ടായി. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. ബ്രിട്ടീഷുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് എടുക്കാം. കാരണം നമുക്ക് ഇന്ത്യയിൽ പല നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എന്റെ രാജ്യത്തുള്ള എല്ലാവരും ഒരേപോലെയാണ്, അല്ലെങ്കിൽ ഒരേ ആൾക്കാരാണ്, നമ്മളെല്ലാം ഒരേ വികാരങ്ങൾ പങ്കുവെക്കുന്നവരാണ് എന്നുള്ള ചിന്തയൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വ്യവസായവൽക്കരണം മൂലം യൂറോപ്പിലെ ആളുകൾക്ക് ദേശീയത ഉണ്ടായെങ്കിൽ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിലും നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഇന്ത്യയിലെ ആളുകൾക്ക് നമ്മളൊരു ദേശീയ ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു പരസ്പര സ്നേഹം, സഹാനുഭൂതിയൊക്കെ മറ്റുള്ളവരോട് ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ദേശീയത എന്നൊരു പ്രയോഗത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യയിൽ ഭരണം തുടങ്ങി കഴിഞ്ഞപ്പോൾ തങ്ങളെ മറ്റൊരു ശക്തികൾ ഭരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി. അതുപോലെ തങ്ങളുടെ രാജാക്കന്മാരും തങ്ങളുടെ പ്രഭുക്കന്മാരും തങ്ങൾക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ആളുകളെല്ലാം തങ്ങൾ ഒന്നാണെന്നുള്ള ഒരു വികാരം അവരുടെ ഉള്ളിൽ ജനിക്കുകയും അതുകൊണ്ട് അവര് തങ്ങൾ ഒന്നാണെന്നുള്ള ഒരു വികാരത്തോടെ ബ്രിട്ടീഷ് ശക്തി അല്ലെങ്കിൽ അധിനിവേശ ശക്തിക്കെതിരെ പോരാടുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് അധിനിവേശമാണ് ഇന്ത്യയിൽ ദേശീയത വളർത്തിയത് എന്ന് നമുക്ക് നിശേഷം പറയാൻ സാധിക്കും. അപ്പൊ ആ ഒരു കാര്യം ഒരു പാരഗ്രാഫ് കൊണ്ട് അടയാളപ്പെടുത്തി വെക്കുക. ഇന്ത്യയിൽ ദേശീയത കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ഭരണം തുടങ്ങിയപ്പോൾ തങ്ങൾ ഒന്നാണ്, തങ്ങളുടെ ഒരേ അതിർവരമ്പിലുള്ള ഇന്ത്യക്കാര് തങ്ങളുടെ പരസ്പര സ്നേഹവും അല്ലെങ്കിൽ ദേശീയതയൊക്കെ പരസ്പരം പങ്കുവെക്കുകയും തങ്ങൾ ഒന്നാണ്, തങ്ങളെ ആരും ഭരിക്കപ്പെടേണ്ടവരല്ല തങ്ങൾ എന്നുള്ള ഒരു ബോധ്യമൊക്കെ ഉണ്ടാവുകയും ദേശീയതയിലേക്ക് അവർ പതുക്കെ ചുവടെടുത്ത് വെക്കുകയും ചെയ്തു. ഇനി സാംസ്കാരിക ദേശീയതയുടെ സാരാംശം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ദേശീയത എന്ന് പറയുന്നത് രാഷ്ട്രവുമായിട്ട് അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ നമുക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ദേശീയതയും നമുക്കുണ്ട്. അതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത് നമ്മൾ അടുത്ത പേജിൽ 200ാമത്തെ പേജ് അല്ലെങ്കിൽ എടുക്കുക, പേജ് നമ്പർ 200. സാംസ്കാരിക മേഖലയിലാണ് ദേശീയത ഇന്ത്യൻ ആദ്യമായി പ്രകടമായത്. ഇത് 2 തലങ്ങളിലാണ് സംഭവിച്ചത്. ആദ്യമായി അത് സംഭവിച്ചത് ഇന്ത്യൻ സമൂഹത്തിലെ അന്യപുരുഷമായ സാമൂഹിക സവിശേഷതകളായ ജാതി വ്യവസ്ഥ, മതപരമായ അന്ധവിശ്വാസങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ എന്നിവയെ നീക്കം ചെയ്തുകൊണ്ടാണ് മതപരമായ അന്ധവിശ്വാസങ്ങൾ, സ്ത്രീകൾ വിവേചനം എന്നിവ നീക്കം ചെയ്തുകൊണ്ട് അവര് ഒരു ദേശീയത അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു ദേശീയതയ്ക്ക് തുടക്കം കുറിച്ചു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും അവരുടെ ഏജന്റുമാരുടെയും ശ്രമഫലമായ വിദേശ സംസ്കാരം ഇന്ത്യയിൽ വ്യാപിച്ചു. ഇന്ത്യയിലെ ഒരു ഭാഗം ഉന്നതവർഗം പരമ്പരാഗത ഇന്ത്യൻ സമൂഹത്തെയും സംസ്കാരങ്ങളെയും ആധുനിക ഇംഗ്ലണ്ടുമായി താരതമ്യം ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയതയെ കുറിച്ചാണ്. ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ ദേശീയത എന്താണെന്ന് അറിയാലോ അല്ലെ. നമുക്ക് ദേശീയ അവബോധം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ എന്ന ഒരു ബോധം, അതാണ് നമ്മൾ ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഇടയിൽ ഉള്ളപ്പോൾ നമ്മൾ ദേശീയ മനോഭാവം ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. രാജ്യസ്നേഹത്തെയൊക്കെ നമുക്ക് ദേശീയതയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പം ഈ ദേശീയത നമ്മുടെ ഇന്ത്യയിൽ വന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്.
ഇന്ത്യയിൽ ദേശീയത വന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഒരു എന്താ നാട്ടുരാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്ന ഒരു പ്രദേശങ്ങളായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് പൊതുവായ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കൂടെ പൊതുവായ ഒരു തന്റെ രാജ്യം എന്നുള്ളൊരു വികാരമോ അല്ലെങ്കിൽ തന്റെ സഹവർത്തികളായിട്ടുള്ള മനുഷ്യരോട് ഒരു സഹാനുഭൂതി ഒന്നും ഉണ്ടായിരുന്നില്ല. പരസ്പരം പോരടിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരുടെ ഇടയിൽ അവരുടേതായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് അതൊരു വിദേശ ശക്തിയാണെന്നും വിദേശ ശക്തിയായ ബ്രിട്ടീഷുകാർ തങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു മനോഭാവം നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾക്ക് തോന്നി തുടങ്ങി. അപ്പോൾ തങ്ങൾ ഒന്നാണെന്നും, അതായത് ചൂഷണം അനുഭവിക്കുന്ന ഇന്ത്യക്കാരായ ജനങ്ങളെല്ലാം തങ്ങൾ ഒന്നാണെന്നുള്ള ഒരു വികാരം ഉണ്ടാവുകയും അവരെല്ലാം ഒന്നിച്ച് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള എല്ലാ ജനങ്ങളും കൂടെ ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ആ ഒരു രീതിയിലാണ് ആദ്യം ഇന്ത്യയിൽ ഒരു ദേശീയത എന്ന ഒരു വികാരം, അല്ലെങ്കിൽ തങ്ങളെല്ലാം ഒന്നാണെന്നുള്ള ഒരു വികാരം ഉടലെടുത്തത്. ഓക്കെ, മനസ്സിലായോ? ഇന്ത്യയിൽ ദേശീയത ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ ആവിർഭാവത്തോടു കൂടിയാണ്. അതിനു മുൻപ് ബ്രിട്ടീഷുകാരുടെ ആവിർഭാവത്തിനും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് ഇന്ത്യയിൽ ദേശീയത എന്നുള്ള അല്ലെങ്കിൽ ഒരൊറ്റ സമൂഹമാണ് തങ്ങൾ എന്നുള്ള ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് പല പല സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉടലെടുത്തത്. തങ്ങളുടെ രാജ്യമാണ് ഇതെന്നുള്ള ഒരു വികാരം ജനങ്ങൾക്കുണ്ടായി. അങ്ങനെ ദേശീയത ജനങ്ങളിൽ ഉടലെടുത്തു. പക്ഷെ യൂറോപ്പില് ദേശീയത ഉണ്ടായത് വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. അപ്പൊ ആ രണ്ട് ഡിഫറൻസ് ഓർത്തിരുന്നാൽ മതി. ഇനി സാംസ്കാരിക ദേശീയതയുടെ സാരാംശം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഒരു പ്രദേശം എന്ന രീതിയിൽ നമുക്ക് ദേശീയതയെ നമുക്ക് മനസ്സിലായി അല്ലെ. ഒരു അതിർത്തി വരമ്പിനുള്ളിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് ഈ രാജ്യം എന്റേതാണ്, ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരും തങ്ങളുടെ സഹഭൂതരായിട്ടുള്ള ജനങ്ങളാണ്, പരസ്പരം സഹായിക്കേണ്ടവരാണെന്നുള്ള ഒരു ബോധം ആണ് നമ്മൾ ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാംസ്കാരികമായ ദേശീയത എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്. സംസ്കാരം എന്ന് പറയുന്നത് ഒരാളുടെ ഭാഷയുമായിട്ടും അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതികളായിട്ടും അല്ലെങ്കിൽ അവരുടെ മതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസ്കാരം എന്നൊരു വാക്കിനെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സംസ്കാരം എന്ന് പറയുന്നത്, സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് ഉടലെടുത്തത് എല്ലാ ആളുകളുടെയും പല ആളുകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സമൂഹത്തെയും സംസ്കാരത്തെയും ആധുനിക ഇംഗ്ലണ്ടുമായി താരതമ്യം ചെയ്ത ഒരു ഭാഗം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ സംസ്കാരത്തിലെ ചില ഘടകങ്ങളെ അവർ ചോദ്യം ചെയ്തു. കാരണം ഇന്ത്യയിലെ സംസ്കാരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സംസ്കാരവുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ കുറച്ചുകൂടെ പാരമ്പര്യത്തിനും നമ്മൾ കുറച്ചുകൂടെ ആളുകളുടെ മനോഭാവങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ ജാതിക്കും മതത്തിനും ഒക്കെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഒരു ദേശീയത അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്കാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ അവരുടെ സംസ്കാരം നമ്മുടെ ഇന്ത്യക്കാരിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആധുനിക വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തുകൊണ്ട് സ്പൂണിലും ഫോർക്കിലും ഒക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ത്യക്കാരെ പരിശീലിപ്പിച്ചു. അതുപോലെ തന്നെ ആധുനിക രീതിയിൽ ചിന്തിക്കാനും ഒക്കെ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ അവരെ പരിശീലിപ്പിച്ചു. പക്ഷെ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ദോഷകരമാണെന്നും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അന്യം നിന്ന് പോവുകയാണെന്നും ഒക്കെ ഉള്ളൊരു ചിന്ത മറ്റ് പല യാഥാസ്ഥികരായിട്ടുള്ള അല്ലെങ്കിൽ പല നേതാക്കന്മാർക്കും, ഇന്ത്യയിലെ പല നേതാക്കന്മാർക്കും ഉണ്ടാവുകയും അവർ നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരത്തെ സംരക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞ ഒരു ആശയം ഉടലെടുത്തത്. ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായിരുന്ന പല സാമൂഹ്യ തിന്മകളെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഈശ്വരചന്ദ്ര സെന്നും അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയും ഒക്കെ പരിശ്രമിച്ചു. അവ യൂറോപ്യൻ സംസ്കാരത്തെ ഇന്ത്യൻ സംസ്കാരത്തെക്കാളും ഉയർന്നതായി കരുതിയിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടാനും ആവശ്യമായ നവീകരണങ്ങൾ വരുത്താനും ഈ നേതാക്കന്മാർ കോളനി ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടു. അപ്പം നമ്മുടെ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതിൽ രാജാറാം മോഹൻ റോയും അതുപോലെ തന്നെ ഈശ്വരചന്ദ്ര സെന്നും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള വ്യക്തികളാണ്. രാജാറാം മോഹൻ റോയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം സതി എന്ന ദുരാചാരത്തെയൊക്കെ എതിർത്തൊരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന് തുടർച്ചയായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സതി എന്ന ദുരാചാരം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. കാരണം നമ്മുടെ രാജാറാം മോഹൻ റോയ് നമ്മുടെ ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ഇന്ത്യയിലെ ഉള്ള സതി എന്ന ആചാരം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സതി എന്ന ദുരാചാരം ഇന്ത്യയിൽ നിരോധിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ പല ദുരാചാരങ്ങളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ അതിലൊക്കെ ഒരു അറുതി വരുത്താനായിട്ട് നമ്മുടെ പല ദേശീയ നേതാക്കന്മാരും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇന്ത്യൻ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നവീകരണത്തിനും കോളനി ഭരണം സഹായകമായിരുന്നു അവർ കരുതി. എന്നാൽ രണ്ടാമത്തെ തലത്തിൽ ചില ഇന്ത്യൻ നേതാക്കന്മാർ ഇന്ത്യൻ സംസ്കാരത്തിന് മേലുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തെ എതിർക്കാൻ ശ്രമിച്ചു. 1850-കളിൽ യൂറോപ്യൻ വസ്ത്രധാരണ രീതിയും മറ്റു കീഴ്വഴക്കങ്ങളും ഇന്ത്യക്കാരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നു. ഇതിനെ രണ്ടാമത്തെ വിഭാഗം നേതാക്കന്മാർ ശക്തമായി എതിർത്തു. അപ്പോൾ ഇന്ത്യയിൽ സാംസ്കാരിക ദേശീയത കൊണ്ടുവരുന്നതിൽ ചില ആളുകൾ അതിനെ ബ്രിട്ടീഷുകാരുടെ സംസ്കാരത്തെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ചില ആളുകൾ അതിനെ അനുകൂലിച്ചു. പക്ഷെ ചില ആളുകൾ അതിനെ എതിർത്തു. കാരണം ബ്രിട്ടീഷുകാരുടെ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള വസ്ത്രധാരണ രീതിയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ചില ആളുകൾക്കൊക്കെ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കോട്ടും സൂട്ടും ഒക്കെ ഇടുക എന്നുള്ള രീതിയൊക്കെ ബ്രിട്ടീഷുകാരുടെ രീതിയാണ്. അത് ഇന്ത്യക്കാർ പാലിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സംസ്കാരം മാറിപ്പോയി എന്നുള്ളൊരു ചിന്ത ചില ആളുകൾക്ക് വന്നു. അതൊക്കെ അവരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അതൊക്കെ മാറ്റണമെന്നും തങ്ങളുടെ സംസ്കാരം നിലനിർത്തി കൊണ്ടുപോകണമെന്നും ഒരു വിഭാഗം ഇന്ത്യക്കാർ ആഗ്രഹിച്ചു. ഇതിനെ രണ്ടാമത്തെ വിഭാഗം നേതാക്കളും ശക്തമായി എതിർത്തു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആധുനികതയ്ക്ക് വഴിതെളിക്കുമെന്ന് കരുതി ബ്രിട്ടീഷ് ഭരണത്തെ ആദരവോടെ വീക്ഷിച്ചിരുന്ന രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള ആദ്യത്തെ തലയിൽപ്പെട്ട നേതാക്കൾ പോലും ഈ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചു. രാജാറാം മോഹൻ റോയിയും കേശവ ചന്ദ്രസേനെ പോലെയുള്ള നേതാക്കന്മാരെ യൂറോപ്യൻ വസ്ത്രധാരണ രീതിയെയും ഭക്ഷണ രീതിയെയും മറ്റും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആദ്യം രാജാറാം മോഹൻ റോയും ഈശ്വരചന്ദ്ര സെന്നും ഒക്കെ ബ്രിട്ടീഷുകാരുടെ സംസ്കാരിക രീതികളെയും, കാരണം ബ്രിട്ടീഷുകാരിലൊന്നും ഇത്തരത്തില് സതി പോലെയുള്ള ദുരാചാരങ്ങളില്ലായിരുന്നു. അതുപോലെ തന്നെ അവർ ഈ ജാതി വ്യവസ്ഥ അവർ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നില്ല. അപ്പൊ ഈ ഒരു സാംസ്കാരികമായ അവരുടെ ഉയർച്ചയൊക്കെ രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ ആകർഷിച്ചിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള ആളുകൾ പരിശ്രമിച്ചു. പക്ഷേ ഈ ആധുനിക രീതിയിലുള്ള വസ്ത്രധാരണ നടത്തുക, ഭക്ഷണ രീതി പരിശീലിപ്പിക്കുക തുടങ്ങിയ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തെ രാജാറാം മോഹൻ റോയ് പോലെയുള്ള പരിഷ്കർത്താക്കള് നിശേഷം എതിർക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് സംസ്കാരത്തോടുള്ള ഈ രണ്ട് സമീപനങ്ങളും വ്യത്യാസങ്ങളും പരസ്പരം വിപരീതങ്ങളുമാണ്. എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ ഘടകങ്ങൾ എന്ന നിലയിൽ രണ്ട് സമീപനങ്ങളും പരസ്പരം പൂരകങ്ങളാണ്. ചുരുക്കത്തിൽ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ത്യൻ സംസ്കാരത്തെ ആധുനികവൽക്കരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പൂർണ്ണമായും പാശ്ചാത്യവൽക്കരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ആ ഒരു കാര്യം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം സാംസ്കാരിക ദേശീയത എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്കാരത്തെ കൊണ്ടുപോകാനായിട്ട് ചില ആളുകൾ നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. അതുകൂടാതെ ഇന്ത്യയിലെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന സതി, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥകള്, അതൊക്കെ നിരാകരിക്കാനായിട്ട് സാമൂഹ്യ പരിഷ്കർത്താക്കള് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. അത് കൂടാതെ ഈ ഇന്ത്യയിൽ പാശ്ചാത്യവൽക്കരിക്കുന്ന ഇന്ത്യയിലെ സംസ്കാരത്തെ പാടെ നിഷേധിച്ചുകൊണ്ട് പാശ്ചാത്യ സംസ്കാരം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയെ ഈ നമ്മുടെ ഇന്ത്യയിലെ നേതാക്കന്മാരെ പൂർണ്ണമായി എതിർത്തു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. കാരണം അവർക്ക് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടേം വേണം, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല എന്നുള്ള രീതിയിലാണ് ഇന്ത്യക്കാരായ ആളുകള് ഈ ഒരു സാംസ്കാരികമായ ദേശീയതയെ കണ്ടിരുന്നത്. കാരണം അവരുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില അനാചാരങ്ങളൊക്കെ അവർക്ക് പോണം, പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരവും ഭക്ഷണ രീതിയും അതുപോലെ തന്നെ വസ്ത്ര രീതിയൊന്നും പോകാനും പാടില്ല. ആ രീതിയിലാണ് നമ്മുടെ ദേശീയ സാംസ്കാരിക ദേശീയത അവര് ഉൾപ്പെടുത്തിയെടുത്തത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്തതെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി, CR ദത്ത് തുടങ്ങിയ നേതാക്കന്മാർ സാമ്പത്തിക ദേശീയതയിലൂടെ വളർച്ചയ്ക്ക് എപ്രകാരമാണ് സംഭാവനകൾ നൽകിയെന്നുള്ളതാണ്. അപ്പൊ ദേശീയത പല രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്നെന്ന് പറയുന്നത് യൂറോപ്പിൽ ദേശീയത ഉണ്ടായത് വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് ഇന്ത്യയിൽ ദേശീയത ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ വരവോടെ കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്ന് ഭരണം ആരംഭിച്ചപ്പോൾ ഒരുപാട് ഇന്ത്യക്കാരായ ആളുകൾ അടിച്ചമർത്തപ്പെടുകയും അതുപോലെ തന്നെ അവർ ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്തു. ഇന്ത്യയിലെ പല അമൂല്യമായ രത്നങ്ങളും അതുപോലെ തന്നെ അമൂല്യമായ നിധികളും ഒക്കെ ബ്രിട്ടീഷിലേക്ക് നാട് കടത്തപ്പെടുകയും ഉണ്ടായി. ഈ രീതികളിലെല്ലാം ബ്രിട്ടീഷുകാരോടുള്ള ഒരു എതിർപ്പ് ഇന്ത്യക്കാർക്ക് ഉടലെടുക്കുകയും ഇന്ത്യക്കാരെല്ലാം ഒന്നാണെന്നുള്ള ഒരു ദേശീയ മനോഭാവം അവർ ഉടലെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണം നമ്മുടെ ഇന്ത്യക്കാരിലെ ദേശീയത ഉണ്ടാക്കിയ ഒരു ഘടകമാണെന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് സാംസ്കാരിക ദേശീയതയാണ്. സംസ്കാരം എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്ര രീതിയും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജും ഭാഷയും ഒക്കെ അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേട്ടോ. ആചാര അനുഷ്ഠാനങ്ങളെല്ലാം സംസ്കാരത്തിൽ ഉൾപ്പെടും. അപ്പോൾ ഈ രാജാറാം മോഹൻ റോയും അതുപോലെ തന്നെ കേശവ ചന്ദ്രസേനെ പോലെയുള്ള അങ്ങനെയുള്ള ആളുകള് നമ്മുടെ ഇന്ത്യയിലെ ചില അനാചാരങ്ങൾ എടുത്തു കളയണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ ഇന്ത്യയിലെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ വസ്ത്ര രീതിയൊക്കെ അതേപോലെ തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പോയിന്റും കൂടെ സാംസ്കാരിക ദേശീയതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി അടുത്തത് സാമ്പത്തിക ദേശീയത എന്താണെന്നാണ്. അപ്പൊ ദാദാഭായ് നവറോജിനെ പോലെയുള്ള ഒരുപാട് വ്യക്തികൾ സാമ്പത്തിക ദേശീയതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഒത്തിരി ചൂഷണങ്ങളും ഒക്കെ നടന്നൊരു സമയമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലം എന്ന് പറയുന്നത്. അതുകൂടാതെ ഇന്ത്യയിലെ പല സമ്പത്തും ബ്രിട്ടീഷുകാര് ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യക്കാര് അസംസ്കൃത വസ്തുക്കളൊക്കെ ഉണ്ടാക്കുകയും അതായത് കൃഷി ചെയ്യുകയും അതെല്ലാം തുച്ഛമായ വിലയ്ക്ക് ബ്രിട്ടീഷുകാര് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഉൽപ്പന്നങ്ങളാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അതിന് ആ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള വില അവര് ബ്രിട്ടീഷുകാർ ഈടാക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചൂഷണങ്ങൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെയുള്ള ചൂഷണങ്ങൾക്കൊക്കെ എതിരെയാണ് ഈ സാമ്പത്തിക ദേശീയത ഊന്നൽ കൊടുത്തത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. 19ാം നൂറ്റാണ്ടില് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയ നേതാക്കന്മാർ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യ കൊടിയ ദാരിദ്ര്യത്തിൽ തുടരുന്നതിന് കാരണമെന്നും മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിലായിട്ട് അവർക്ക് അതിങ്ങനെ ഒരു സാമ്പത്തിക ദേശീയത എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ടാണെന്നുള്ള ഒരു ബോധം ദാദാഭായ് നവറോജി പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവുകയും അപ്പം അങ്ങനെ കൊള്ളയടിക്കല് നിർത്തലാക്കണമെന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ആളുകളാണ് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ തുടങ്ങിയവര്. ഇന്ത്യ കൊടിയ ദാരിദ്ര്യത്തിൽ തുടരുന്നതിന് കാരണം ബ്രിട്ടീഷുകാരാണെന്ന് മനസ്സിലാക്കിയ ഇവര് അതിൽ നിന്ന് കരകയറാനായിട്ട് ഒരുപാട് പദ്ധതികൾ രൂപകൽപ്പന ചെയ്തു. ഈ കാഴ്ചപ്പാടാണ് സാമ്പത്തിക ദേശീയതയുടെ വളർച്ചയ്ക്ക് വഴി തുറന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. സാമ്പത്തിക ദേശീയതയുടെ വളർച്ചയ്ക്ക് വഴി തുറന്നത് ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരായിരുന്നു. ഇതിന് ഒരു കാരണമായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുകയാണെന്നുള്ള ഒരു അവബോധം അവർക്ക് ഉണ്ടായത് കൊണ്ടാണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, C.V. ജോഷി തുടങ്ങിയവർ എല്ലാ തലമുറയിലും പെട്ട നേതാക്കന്മാർക്ക് വ്യാപകമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. കോളനി ഭരണം പല രീതിയിൽ ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് ഈ നേതാക്കന്മാർ പറഞ്ഞത്. തുടക്കത്തിൽ ഭീമമായ നികുതിയിലൂടെയും തുല്യമല്ലാത്ത രീതിയിലുള്ള വ്യാപാരത്തിലൂടെയും ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ താഴ്ന്ന വിലയ്ക്ക് അവർ വാങ്ങി. എന്നാൽ ഭീമമായ തുക അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തി. പ്രകാരം തുല്യമായ രീതിയിലുള്ള ഒരു വ്യാപാരമാണ് തുല്യമല്ലാത്ത രീതിയിലുള്ള ഒരു വ്യാപാരമാണ് അവർ ഇന്ത്യക്കാരുമായി നടത്തിയത്. അത് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകുന്നതിന് കാരണമായി. 19ാം നൂറ്റാണ്ടിലും ഈ സാമ്പത്തിക ചൂഷണം അവർ തുടർന്നു. സാമ്പത്തിക ചൂഷണത്തിന് കൂടുതൽ സങ്കീർണമായ രൂപങ്ങൾ അവർ സ്വീകരിച്ചു. അവരുടെ വ്യവസായ സംരംഭങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന സ്ഥലമായും ബ്രിട്ടീഷ് വ്യവസായങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സ്ഥലമായും അവർ ഇന്ത്യയെ മാറ്റി. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടതായി വന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസായികമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കാമായിരുന്ന ധനം ബ്രിട്ടന്റെ സാമ്പത്തിക വികസനത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്നതായിരുന്നു ഈ ചൂഷണത്തിന്റെ ഫലം. ഇന്ത്യൻ ദേശീയ നേതാക്കൾ മർമ്മപ്രധാനമായ ഈ വസ്തുതകളെ മനസ്സിലാക്കുകയും അവയെ ഒരേ സമയം പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി, R.C. ദത്ത്, അതുപോലെ തന്നെ മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഉണ്ടായതെന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടത്. തുടക്കം മുതലേ, ആദ്യ കാലഘട്ടം മുതലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. കാരണം സൈനിക സഹായ വ്യവസ്ഥയിലൂടെയും റൈറ്റുവാരി പോലെയുള്ള ശാസ്ത്ര നികുതി വ്യവസ്ഥയിലൂടെയൊക്കെ അവര് ഒരുപാട് രീതിയിൽ നികുതികൾ പിരിച്ച് അത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അതുകൂടാതെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ പ്രദേശങ്ങൾ കീഴടക്കി അവിടുത്തെ അമൂല്യമായ രത്നങ്ങളും അല്ലെങ്കിൽ അമൂല്യമായ ധനശേഖരങ്ങളൊക്കെ ബ്രിട്ടനിലേക്ക് കടത്തി. കൂടാതെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ അവരുടെ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കർഷകരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. കാരണം നീലം കർഷകരുടെ സമരമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാരണം നീലം ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതരായ കർഷകരുടെ അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. കാരണം നീലം എന്ന അസംസ്കൃത വസ്തു ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിരുന്നു.
അതുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കാൻ അങ്ങനെയുള്ള പല വസ്തുക്കളും, പല അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കർഷകരെ നിർബന്ധിതരായി. അത് കൂടാതെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കളൊക്കെ ചുരുങ്ങിയ ചെറിയ വിലയ്ക്ക് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനും ഈ കർഷകർ നിർബന്ധിതരായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള ചൂഷണങ്ങൾ ഇന്ത്യക്കാർക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ ഇതെല്ലാം നേതാക്കന്മാരെ മനസ്സിലാക്കിയ ശേഷം അത് പ്രചരിപ്പിക്കാനും അതിനെതിരെ പോരാടുവാനും ഇവര് ശ്രമിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് സാമ്പത്തിക ദേശീയത എന്ന ആശയം ഉടലെടുത്തത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. മനസ്സിലായോ നിങ്ങൾക്ക് ഈ സാമ്പത്തിക ദേശീയത എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഏതെല്ലാം വഴികളിലാണ് ബ്രിട്ടീഷ് കോളനി ഭരണം ഇന്ത്യൻ സാമ്പത്തികതയെ ബ്രിട്ടന്റെ സമ്പത്തിനേക്കാൾ താഴ്ന്ന തരത്തിലുള്ളതാക്കിയതെന്നാണ് ഇവിടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതും ഇതിന്റെ ഒരു നമ്മുടെ സാമ്പത്തിക ദേശീയതയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. കാരണം എന്തെല്ലാം വഴികളിലാണ് ബ്രിട്ടീഷ് കോളനി ഭരണം ഇന്ത്യൻ സാമ്പത്തികതയെ ബ്രിട്ടന്റെ സാമ്പത്തികതയേക്കാൾ താഴ്ന്ന തരത്തിലുള്ളതാക്കിയത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചോദിച്ചതെങ്കിലും ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ രാജ്യത്തെ അല്ലെങ്കിൽ ബ്രിട്ടനെ വളരെയധികം സമ്പന്നതയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പോലെ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം സാമ്പത്തിക ദേശീയത എന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. നമ്മുടെ ബ്രിട്ടനെ സമ്പന്നതയിലാക്കിയത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളാണെന്നുള്ള ഓർക്കണം. കാരണം ഇന്ത്യയിൽ നിന്ന് വലിയ വിലയ്ക്ക് വിറ്റുപോകും. അങ്ങനെ അവര് വലിയ പണക്കാരായി മാറുകയാണ് ഉണ്ടായത്. അതുകൂടാതെ തങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നീലം പോലെയുള്ള കാർഷിക വിളകൾ കൃഷി ചെയ്യാനായിട്ട് അവര് ഇന്ത്യക്കാരെ വളരെയധികം നിർബന്ധിച്ചു. അതുകൂടാതെ ബ്രിട്ടീഷുകാർക്ക് അത് ചെറിയ വിലയ്ക്ക്, അവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കാനായിട്ടും കർഷകർ നിർബന്ധിതരായി. ഇങ്ങനെ പല രീതിയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലൂടെയും റൈറ്റ്വാരി വ്യവസ്ഥയിലൂടെയൊക്കെ ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ച് അവരുടെ രാജ്യം പരിപോഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. അതാണ് വാട്ട് വേർ ദ വേരിയസ് വേസ് ഇൻ വിച്ച് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ സബോർഡിനേറ്റഡ് ഇന്ത്യൻ ഇക്കണോമി ടു ദ ഇക്കണോമി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ള ക്വസ്റ്റിന് ആൻസർ ആയിട്ട് അത് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയെ വിലയിരുത്തുക എന്നുള്ളതാണ്. ഡിസ്കസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയൻ. അപ്പൊ റിലീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപൊക്കെ ജാതി വ്യവസ്ഥ ഒക്കെ ഒരുപാട് നിഷ്ഠയോടെ പാലിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്ന കീഴാളന്മാരൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാനായിട്ട് ബ്രിട്ടീഷ് ഭരണം സഹായിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് ഇത് അടുത്തത് പറയുന്നത്. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയെ വിലയിരുത്തുക എന്നുള്ളത് ക്വസ്റ്റ്യനില് പേജ് നമ്പർ 203 സാമ്പത്തികമായും സാംസ്കാരികമായും തലങ്ങളെ കൂടാതെ 19ാം നൂറ്റാണ്ടിലെ ദേശീയതയുടെ വളർച്ച മറ്റു പല ഘടകങ്ങളെ കൂടി ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. അതിൽ പ്രധാനമാണ് മതം. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ തുടങ്ങിയ നേതാക്കൾ ഹിന്ദു മതത്തെയും അതിലെ ആശയങ്ങളെയും ഇന്ത്യൻ ദേശീയതയുടെ പ്രചോദക ശക്തികളാക്കി മാറ്റി. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയ്ക്ക് ഒരു രാഷ്ട്രീയ രൂപം കൂടി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇന്ത്യൻ സമൂഹത്തിലെ പ്രധാന ധാർമ്മിക ശക്തി മതമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മതത്തെ ദേശീയ ആശയങ്ങളുടെ പ്രചരണത്തിനായി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. 1983 തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മതപരമായ ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം വഴി ലക്ഷ്യമിട്ടത്. ഒരിക്കൽ വിവേകാനന്ദൻ ഇപ്രകാരം പറയുകയുണ്ടായി: രാഷ്ട്രീയ ആശയങ്ങളാണ് യൂറോപ്പിൽ ദേശീയ ഐക്യം കൊണ്ടുവന്നത്, എന്നാൽ ഏഷ്യയിൽ മതപരമായ ആശയങ്ങളാണ് ദേശീയ ഐക്യത്തിലേക്ക് നയിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മള് മതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ആളുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ദേശീയതയൊക്കെ പരിപോഷിപ്പിക്കാനായിട്ട് മതപരമായ ആശയങ്ങളെയും കൂടെ കൂട്ടുപിടിക്കാനായിട്ട് ചില നേതാക്കന്മാര് തുനിഞ്ഞിറങ്ങിയാണ് ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ബങ്കിം ചന്ദ്രയും അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതിയും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പം 1983 തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ദേശീയ രാശികൾ പ്രചരിപ്പിക്കാനായി മതപരമായ ഒരു വേദി ഒരുക്കുക എന്നായിരുന്നു ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് വഴി അദ്ദേഹം ലക്ഷ്യമിട്ടതെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ദേശീയത അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താനായിട്ട് മതപരമായ ആചാരങ്ങൾ അല്ലെങ്കിൽ മതപരമായ സന്ദേശങ്ങളും കൂടെ കൂട്ടുപിടിച്ചു എന്നുള്ള നിസ്സാരമായ ഒരു ആശയമാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പം അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.
മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവര് ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കാനായിട്ട് വിഭജിച്ച് ഭരിക്കുക എന്നുള്ളൊരു നയം അവർ കൊണ്ടുവന്നു. കാരണം ഒരേ മതത്തിൽപ്പെട്ട ആളുകള് ഒരു ഏകതയെ വിശ്വാസത്തിൽ ആളുകളെ കൂട്ടിയോജിപ്പിക്കാതെ, പരസ്പരം മതസൗഹാർദ്ദം പുലർത്താതെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രധാനമായിട്ട് വിഭജിച്ച് ഭരിച്ച് അവരെ തമ്മിൽ തല്ലിച്ച് ഇന്ത്യയിൽ ഭരണം തുടരാനായിട്ട് ചില ബ്രിട്ടീഷ് നേതാക്കന്മാരൊക്കെ അവര് അതിനുള്ളൊരു തന്ത്രം മെനഞ്ഞിരുന്നു. അപ്പൊ അതും കൂടി ഈ ഒരു മതപരമായ അടിസ്ഥാനത്തിലുള്ള ദേശീയതയിൽ വിലയിരുത്തുക എന്നുള്ളതിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ വിവേകാനന്ദൻ പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൽ ഓർത്തു വെക്കണം. കാരണം രാഷ്ട്രീയ ആശയങ്ങളാണ് യൂറോപ്പിൽ ദേശീയത കൊണ്ടുവരുന്നതിൽ പ്രധാനമായിട്ട് പങ്കുവഹിച്ചത്. പക്ഷെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയതയൊക്കെ മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം വിവേകാനന്ദൻ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ദേശീയതയെ ശക്തിപ്പെടുത്താൻ ഒരു മതവും മതപരമായ ആശയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു മതത്തെയും നമ്മൾ ഉയർത്തിക്കാട്ടുവാനോ ഒന്നും നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ എതിരായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് മതങ്ങളെ കൂട്ടിയിടിക്കാനായിട്ടാണ് പല നേതാക്കന്മാരും ശ്രമിച്ചതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്ത 7ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച എപ്രകാരമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ്. അപ്പം ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹൗ വാസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം റിലേറ്റഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്? സാമ്പത്തികവും സാംസ്കാരികവുമായ തലങ്ങളെ കൂടാതെ 19ാം നൂറ്റാണ്ടിലെ ദേശീയതയുടെ വളർച്ച മറ്റു പല ഘടകങ്ങളെ കൂടി ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. ഇതിൽ പ്രധാനമാണ് മതം. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ തുടങ്ങിയ നേതാക്കന്മാർ ഹിന്ദു മതത്തെയും അതിന്റെ ആശയങ്ങളെയും ഇന്ത്യൻ ദേശീയതയുടെ പ്രചോദക ശക്തികളാക്കി മാറ്റി. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയ്ക്ക് ഒരു രാഷ്ട്രീയ രൂപം കൂടി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രാഥമിക ധർമ്മശക്തി മതമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മതത്തെ ദേശീയ ആശയങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. 1893 തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മതപരമായ ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച വഴി അദ്ദേഹം ലക്ഷ്യമിട്ടത്. അത് പ്രധാനപ്പെട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിച്ചു കാണാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടയാളപ്പെടുത്തി വെക്കണേ. പലതരത്തിലുള്ള ദേശീയതയുടെ ചില ഘടകങ്ങൾ തമ്മിൽ ഒരു പരസ്പര ബന്ധം നിലനിൽക്കുന്നുണ്ട്. അവ പരസ്പരം വ്യത്യസ്തങ്ങളായി തോന്നിയാലും പല കാര്യങ്ങളിലും അവ തമ്മിൽ പൊതുവായ സവിശേഷതകളുണ്ട്. എല്ലാ ദേശീയതകൾക്കും പൊതുവായ ലക്ഷ്യമാണുള്ളത്. ലക്ഷ്യസാധ്യത്തിനായി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളിലാണ് വ്യത്യാസമുള്ളത്. അടിസ്ഥാനമായി അവ പരസ്പര വിരുദ്ധങ്ങളല്ല. എല്ലാ ദേശീയതകളും ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായിരുന്നു. എന്നാൽ ഈ എതിർപ്പ് ദേശീയ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. കോളനി ഭരണം ഇന്ത്യൻ സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അതിനെ തടയിടേണ്ടതാണെന്നും സാംസ്കാരിക ദേശീയതയുടെ ഉപജ്ഞാതാക്കൾ വിശ്വസിച്ചു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. കോളനി ഭരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതിനെ തടയിടേണ്ടത് തടയിടേണ്ടതാണെന്ന് സാംസ്കാരിക ദേശീയതയുടെ ഉപജ്ഞാതാക്കൾ വിശ്വസിച്ചു എന്നുള്ള കാര്യം. സാമ്പത്തിക ദേശീയതയുടെ സ്ഥാപകൻ കോളനി ഭരണം ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഇന്ത്യൻ പിന്നോക്കാവസ്ഥയിൽ തുടരുന്നതിന്റെ കാരണം ഈ സാമ്പത്തിക ചൂഷണമാണെന്നും വാദിച്ചു. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ. കാരണം സാമ്പത്തിക ദേശീയതയിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ്. അതേപോലെ വിവേകാനന്ദനെ പോലെയുള്ള നേതാക്കന്മാർ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ ആത്മീയ സത്യങ്ങളെ നശിപ്പിക്കുന്നു എന്ന കാരണത്താലാണ് ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തത്. വിവേകാനന്ദൻ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മീയമായ സത്യങ്ങളെ നശിപ്പിക്കുന്നു എന്ന് ഒരു തോന്നല് വിവേകാനന്ദൻ ഉണ്ടായി. അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം എതിർത്തു. എന്നാൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ പൊതുശത്രുവിനെ വെല്ലുവിളിച്ചത്. ഈ ശ്രമങ്ങൾ 20ാം നൂറ്റാണ്ടിന്റെ ശക്തമായ കോളനി വിരുദ്ധ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിലേക്കും കോളനി ഭരണത്തെ പരാജയപ്പെടുന്നതിലേക്കും നയിച്ചു. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ ദേശീയത എന്നുള്ള ഒരു കോൺസെപ്റ്റ്, സാംസ്കാരിക ദേശീയതയാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക ദേശീയതയാകട്ടെ മതപരമായ ദേശീയതയാകട്ടെ, ഈ ദേശീയതകളെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു സാംസ്കാരിക പിന്തുടർച്ചയും അതുപോലെ തന്നെ
മൗലികമായ ഒരുപാട് സംസ്കാരങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹമാണെന്നൊരു തിരിച്ചറിവ് ഇന്ത്യക്കാർക്ക് ഉണ്ടാവുകയും അതിൽ നിന്നാണ് ഈ ദേശീയ പ്രസ്ഥാനമൊക്കെ നാഷണൽ മൂവ്മെന്റ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നുള്ള പ്രസ്ഥാനമൊക്കെ ഉടലെടുക്കുകയും ചെയ്തത്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദേശീയതയും, അതായത് സാമ്പത്തിക ദേശീയതയും മതപരമായ ദേശീയതയും സാംസ്കാരിക ദേശീയതയും ഒക്കെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ ഏതൊക്കെ രീതിയിൽ നാഷണലിസം സഹായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതപരമായ ദേശീയത അല്ലെങ്കിൽ സാംസ്കാരികമായ ദേശീയത, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ദേശീയത എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം നമ്മളൊരു ആൻസർ എഴുതാനായിട്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ദ ഡ്രെയിൻ തിയറി ആൻഡ് ഹൂ പ്രൊപ്പോണ്ടഡ് ഇറ്റ്. എന്താണ് ഡ്രെയിൻ സിദ്ധാന്തം, ആരാണ് ഇത് ആവിഷ്കരിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഈ ഡ്രെയിൻ സിദ്ധാന്തം കൊണ്ടുവന്നെന്നുള്ളത്. ദാദാഭായ് നവറോജി ആണ് ഡ്രെയിൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ, നമ്മുടെ നോട്ടിലേക്ക് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഇപ്പൊ തന്നെ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അരമാർക്ക് ഇട്ടിട്ട് ദാദാഭായ് നവറോജി എന്ന് എഴുതി വെക്കാം. ഇന്ത്യൻ ധനം വ്യാപാരത്തിലൂടെയും വ്യവസായത്തിലൂടെയും ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ വേതനത്തിലൂടെയും ബ്രിട്ടനിലേക്ക് മാറ്റപ്പെട്ടതിനെയാണ് ഡ്രെയിൻ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. ദാദാഭായ് നവറോജിയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഇപ്പൊ ദേശീയത, നമ്മുടെ സാമ്പത്തിക ദേശീയതയൊക്കെ പറഞ്ഞപ്പോൾ ദാദാഭായ് നവറോജി കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ അറിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രെയിൻ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ച് വറ്റിച്ചു എന്നുള്ള ഒരു ആശയത്തിന്മേലാണ് അദ്ദേഹം ഡ്രെയിൻ തിയറി എന്നുള്ളൊരു ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ പലവിധ രീതിയിൽ, അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്ന് അവിടുത്തെ സമ്പത്തെല്ലാം കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരായ ആളുകളുടെ വേതനത്തിലൂടെയൊക്കെ ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ സമ്പത്ത് തങ്ങളുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയതിനെയാണ് ദാദാഭായ് നവറോജി ഈ ഡ്രെയിൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ സമ്പത്ത് വറ്റിച്ചു എന്നുള്ളതാണ് ഇതിനൊരു ഒരു ആശയം. അപ്പൊ വറ്റിച്ചു, ഡ്രെയിൻ എന്ന് പറയുന്നത് ഡ്രെയിൻ ആയി പോവാന്നല്ലേ, വരണ്ട് വറ്റിപ്പോയി എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഡ്രെയിൻ സിദ്ധാന്തമായിട്ട് ഓർക്കുമ്പോൾ ദാദാഭായ് നവറോജി ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ വറ്റിച്ചു എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഇന്ത്യൻ നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കേന്ദ്ര ആശയങ്ങൾ എന്തെല്ലാം? അത് ലാസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് അക്കോർഡിംഗ് ടു ഇന്ത്യൻ ലീഡേഴ്സ് വേർ ദ സെൻട്രൽ ഐഡിയാസ് ഓഫ് ദ വെസ്റ്റേൺ സിവിലൈസേഷൻ. ഇപ്പം വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരമാണ്. അപ്പൊ അതിന്റെ കേന്ദ്ര ആശയങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിത്വവാദവും മതേതരത്വവും യുക്തിവാദവും എന്നിവയാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ പ്രധാന ആശയങ്ങൾ. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണേ. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാൻ പറ്റും. അപ്പം വേണമെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കേന്ദ്രാശയങ്ങളിൽ പെടാത്ത എന്താണെന്നൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഓഡ് വൺ ഔട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അപ്പൊ വ്യക്തിത്വവാദവും മതേതരത്വവും യുക്തിവാദവും ഓക്കെ എന്നിവയായിരുന്നു പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആശയങ്ങൾ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ദേശീയത എന്താണെന്നാണ്. അപ്പൊ ദേശീയതയെ കുറിച്ച് പറയുമ്പോൾ യൂറോപ്പിലെ ദേശീയത ഉണ്ടായത് വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇന്ത്യയിലെ ദേശീയത ഉണ്ടായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ദേശീയ തങ്ങൾ എന്ന ബോധം ഇന്ത്യക്കാർക്ക് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സാമ്പത്തികമായ ദേശീയതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സാംസ്കാരികമായ ദേശീയതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ള ദേശീയത എങ്ങനെ ഇന്ത്യക്കാരെ സ്വാധീനിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് എങ്ങനെ ബ്രിട്ടീഷ് പ്രദേശങ്ങളെ സമ്പന്നമാക്കി എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഇന്ത്യയെ കോളനി ആക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മുഴുവൻ കൊള്ളയടിച്ച് തങ്ങളുടെ രാജ്യത്തെ പരിപോഷിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയെ തകർക്കുകയും ബ്രിട്ടനെ പരിപോഷിപ്പിക്കുകയും ചെയ്തതെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇന്ത്യൻ ദേശീയത വളർത്തുന്നതിൽ റിലീജിയനെ എങ്ങനെ നമ്മുടെ ദേശീയ നേതാക്കന്മാർ കൂട്ടുപിടിച്ചു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുമായി താരതമ്യപ്പെടുത്തുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഓർത്ത് വെക്കാം. പിന്നെ ഡ്രെയിൻ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ആരാണ് കൊണ്ടുവന്നത്, അതിന്റെ ഒരു ആശയം എന്താണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് ഈ ഒരു ചാപ്റ്ററിൽ.
ഇനി നമ്മൾ അടുത്തത് നമുക്കുള്ളത് ചാപ്റ്റർ നമ്പർ 21 ആണ്. അത് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസിനെ കുറിച്ച്. അപ്പൊ അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത്രയും ഇപ്പൊ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ട് 3 ചാപ്റ്റേഴ്സ് ആണ്. 18, 19, 20 ചാപ്റ്റേഴ്സ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആരൊന്നും ഡൗട്ട് ചോദിച്ചില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൺ വേർഡിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൺ വേർഡ് ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. കാരണം നമ്മൾ ലോങ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നതിനേക്കാളും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് വൺ വേർഡ്. പക്ഷേ നമുക്ക് ഒരു എന്തെങ്കിലും ചെറിയൊരു അശ്രദ്ധ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാർക്ക് പോകാനും ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് വൺ വേർഡ് നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇന്ന് പഠിപ്പിച്ചതിൽ നിന്ന് വൺ വേർഡ്സ് കൃത്യമായിട്ട് എടുത്തെഴുതി പൊക്കോടുക. അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് പേജ് ഒന്ന് എടുത്തോളൂ കേട്ടോ. നമ്മുടെ പേജ് നമ്പർ 321 എടുക്കുക. ആ 321ാമത്തെ പേജിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. MCQ എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു 340, 330ഓളം ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എല്ലാ ദിവസവും 450ഓളം ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ ദിവസവും ഒന്ന് ഇച്ചിരി ചെറുതായിട്ട് വായിച്ചു പോവുക. അപ്പൊ നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ നമുക്ക് ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുൻപ് ഇതൊക്കെ ഒന്ന് തറവാക്കി എടുക്കുക. അതുകൂടാതെ നമുക്ക് അതിന്റെ മുൻപ് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 306 306 പേജ് തൊട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ വിട്ടുപറഞ്ഞ ചില പോർഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ വർഷം മുതലാണ് അങ്ങനെ പോർഷൻസ് കുറച്ച് ഭാഗം ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ട് നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു പോകുമ്പോൾ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണെന്നുള്ള രീതിയിൽ തന്നെ വേണം പഠിക്കാനായിട്ട്. പക്ഷേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ.